ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരോശ്ചരണാംഭോജ്യം യസ്യാം ദിശി വിരാജത്തെ തസ്യൈ ദിശേ നമസ്കുർമ കായേന വചസാ ധിയാ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ ദേവകീനന്ദനം സദാ. ഉണ്ണികൃഷ്ണൻ്റെ ദിവ്യ ലീലകൾ ആടിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന രംഗമായിരിക്കുന്നു. ദിവ്യങ്ങളാകുന്ന ബാലലീലകൾ ഇതാ വായിച്ച് നിർത്തിയിട്ടേ ഉള്ളൂ. നമുക്കും ഒരു 2 മിനിറ്റ് ഒരു പ്രസിദ്ധനായിട്ടുള്ള ഭാഗവതാചാര്യൻ നാവു കുഴയാതെ നാമം ജപിക്കാൻ സാധിക്കണേ എന്നൊക്കെ ജീവിതത്തിൻ്റെ അന്ത്യരംഗത്തെക്കുറിച്ച് ഓർത്ത് ഒന്ന് ഭയപ്പെട്ട് പ്രാർത്ഥിച്ച ഒരു ആചാര്യനുണ്ടായിരുന്നു. അദ്ദേഹം ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സപ്താഹയജ്ഞത്തിൽ 1-ാം ദിവസം കുന്തി സ്തുതിയൊക്കെ അദ്ദേഹം വായിച്ചു പ്രഭാഷണം നടത്തി. എന്നിട്ട് കുറച്ചൊന്ന് മാറിയിരുന്നു, അടുത്ത ആളെ ഏൽപ്പിച്ചു വായിക്കാനായിട്ട്, ഭീഷ്മസ്തുതി വായിക്കാനായിട്ട്. അന്ത്യത്തിൽ ഭീഷ്മരെ ഭഗവാനെ കണ്ടുകൊണ്ട് സ്തുതിച്ച് ഭഗവത്പദത്തെ പ്രാപിക്കുന്ന ആ സ്തോത്രം ഇങ്ങനെ കേട്ടുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കിടന്നു, തലേന്ന് ചാഴ്ച വെച്ച്. അതോടുകൂടിയിട്ട് അദ്ദേഹം ആ ഭീഷ്മരുടെ കൂടെ പോകുന്ന പോലെ ഭീഷ്മര് ദിവ്യ സാക്ഷാത്കാരം നേടിയതുപോലെ അദ്ദേഹം ജീവിത സാക്ഷാത്കാരം നേടിയെന്നാണ്. അദ്ദേഹം തന്നെ എഴുതി വെച്ച മറ്റൊരു കീർത്തനാണ്. ഒരു ഉണ്ണികൃഷ്ണൻ്റെ ഉഷപൂജ. പ്രഭാതത്തിൽ ഭഗവാനെ പൂജിക്കുന്ന ഉഷപൂജയുടെ സമയമാണല്ലോ. ഭഗവാനെ ഒന്ന് പൂജിച്ചിട്ട് പ്രഭാഷണം ആരംഭിക്കാം. പൂജയിലെല്ലാവർക്കും പങ്കെടുക്കാം. മനസ്സുകൊണ്ടും നാവുകൊണ്ടും എല്ലാവർക്കും പൂജയിൽ പങ്കെടുക്കാം. ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ. കാലത്തങ്ങെഴുന്നേറ്റു യശോദ കാലേ തൻ ഗൃഹകൃത്യം കഴിച്ചു, അഷ്ടമംഗല്യം മുൻപിൽ പിടിച്ചു, പുഷ്ടമോദം തൻ താതനോടോതി. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി. അണ്ണൻ വന്നു കാളിപ്പാൻ വേളിപ്പൂ കണ്ണാ നീ കണ്ണു തുറക്കൂ. താതൻ കണ്ണു തുറന്നു ചിരിച്ചു, മാതാവിൻ മനം കോരിത്തരിച്ചു. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ. പട്ടുകോണമുടുപ്പിച്ചിട്ടമ്മ കുട്ടൻ്റെ 2 കാലും നനച്ചു, ചേലത്തുമ്പുകൊണ്ടൊപ്പിത്തുടച്ചു, ചേലഞ്ചും ചിഗുരം ചീകി വച്ചു. ഗോവിന്ദ ഹരി
ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ പീലി മെല്ലെ മുടിയിൽ ചൂടിച്ചു ചേലിൽ ഗോപിക്കൂറി തൊടുവിച്ചു ചേതോ മോഹന കുഞ്ഞിനെ അമ്മ കാതോളം നീട്ടി കണ്ണെഴുതിച്ചു. വിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ചേതോ മോഹന കുഞ്ഞിനെ അമ്മ കാതോളം നീട്ടി കണ്ണെഴുതിച്ചു. കണ്ണന്റെ കൺകാലിപ്പൂകളവാൻ തണ്ണീർ തുള്ളികളെറ്റിത്തളിച്ചു. ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി. മണ്ണു കൊണ്ടൊന്നൊഴിഞ്ഞു കളഞ്ഞു കണ്ണേറൽ കണ്ണിലൊന്നൂതി നൽപൂലി നഖമോതിരം കൊച്ചു ചിൽപ്പൂമാന്റെ കഴുത്തിലണിഞ്ഞു. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ. കുഞ്ചുന്ന പിഞ്ചു കുഞ്ഞിൻ്റെ കാലിൽ തഞ്ചത്തിലമ്മ പൊഞ്ചിലം വിട്ടു. താലോലിച്ചമ്മ കുഞ്ചിച്ചു നന്നായി പാലോലും മുല കണ്ണനു നൽകി. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ. അമ്മിഞ്ഞ പാൽ കൂടിച്ചു തെളിഞ്ഞു ചെമ്മേ കണ്ണൻ പാൽ പുഞ്ചിരി തൂകി. അമ്മമാർക്കും നീ അമ്മയാമമ്മേ നിന്മേ പുൽകുന്നു പുണ്യത്തിൻ പുഞ്ചം. ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ. വാരി കയ്യിലെടുത്തമ്മ ഭാഗ്യം മാറിൽ ചേർത്തു പിടിച്ചു പുണർന്നു. പൂർണ്ണ ബ്രഹ്മത്തെ മാറോടണച്ച പുണ്യമാതാവെ കൈത്തോഴാം ഞങ്ങൾ. ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോപാല കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹന്ത ഭാഗ്യം ജനാനാം. ജനങ്ങളുടെ ഭാഗ്യം അതെന്താ? അത് രൂപങ്ങൾക്കും നാമങ്ങൾക്കും അപ്പുറത്തുള്ള നേതി 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 എന്നിങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് പിടികിട്ടില്ല എന്ന് ഉദ്ഘോഷിക്കുന്ന ആ പരബ്രഹ്മത്തെ അനുഭവിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. വസുദേവ ഐക്ഷത തം അത്ഭുതം ബാലകം. അത്ഭുത ബാലകനായിട്ട് വസുദേവർക്ക് കാണാൻ കഴിഞ്ഞു എന്നാണ്. എന്താ ഈ അത്ഭുതം? അവതാര സമയത്ത് തന്നെ ശംഖചക്ര ഗദാപത്മത്തോട് കൂടിയിട്ട് എല്ലാ വൈഷ്ണവ ചിഹ്നങ്ങളോടും കൂടിയിട്ട് വന്നപ്പോൾ തന്നെ അത്ഭുതമായി. പിന്നെ ബാലകം അംബുജേക്ഷണം എന്നാണ്, ബാലകനായിട്ടാണ് വന്നിരിക്കുന്നത്. ഉണ്ണിയായിട്ട് വന്നു എങ്കിലും ശംഖചക്ര ഗദാപത്മത്തോടു കൂടി വന്നപ്പോൾ അത്ഭുതം. ബാലേഭ്യോപി കം ദദാതി സ ബാലക. കുട്ടികൾക്ക് പോലും ആനന്ദത്തിനെ നൽകുന്നത് കൊണ്ടാണ് ഭഗവാന് ബാലകൻ എന്നവിടെ പറയാൻ കാരണം അത്രേ. ബാലഹ കഹായസ്യ അസ്തി സ ബാലക. ബ്രഹ്മാവ്, അദ്ദേഹത്തിന് എന്ന പേരുണ്ട്. ആ ബ്രഹ്മാവ് തന്നെ ആർക്ക് ഉണ്ണിയായിട്ട് ഉണ്ടോ ആ ആളാണ് ഇപ്പോൾ ഉണ്ണിയായിട്ട് വന്നിരിക്കുന്നത്. ബ്രഹ്മാവ് പോലും ആരുടെ ഉണ്ണിയാണോ? ബ്രഹ്മാവിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ഭഗവാനാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയുള്ള ആളപ്പോൾ ഉണ്ണിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അത്ഭുതമായി. ബാലേഭ്യോപി കം ദദാതി. കുട്ടികൾക്ക് പോലും ആനന്ദത്തെ നൽകുന്നത് കൊണ്ട് ഭഗവാൻ ബാലകൻ. കണ്ണ എന്നിങ്ങനെ കേട്ട് കഴിഞ്ഞാൽ, കൃഷ്ണൻ്റെ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ ആരുടെ മനസ്സാണ് ഒന്ന്
ആനന്ദം അനുഭവിക്കാതിരിക്കുക? ഒരു ചിത്രം കണ്ടാൽ മതി. ഏതോ ആചാര്യന്മാർ മനസ്സിന് ഭാവന കണ്ട ചിത്രങ്ങളാണത് ചുറ്റും ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഭാഗവത മന്ത്രങ്ങളും എഴുതിയിട്ടുണ്ട് ഓരോരോ ഭാഗത്ത്. ആ ഭാഗവത വരികളെക്കാളും കൂടുതൽ ജനങ്ങളുടെ ശ്രദ്ധ പോവുക ആ ചിത്രത്തിലേക്കാണ് ആദ്യം, പിന്നെ അങ്ങോട്ട് പോവുള്ളൂ. ആരുടെ മനസ്സാ ഒന്ന് തങ്ങി നിൽക്കാതിരിക്കുക? നമ്മളും ഇപ്പോൾ കുട്ടികൾ തന്നെയാണ് കേട്ടോ. ഞാനും ഒരു കുട്ടിയാണ്. ആധ്യാത്മിക വിഷയത്തിൽ കുട്ടികളായിരിക്കുന്ന നമുക്കും ദിവ്യമായ ആനന്ദം വാരി വിതർന്നതുകൊണ്ട് ഭഗവാൻ ബാലകൻ ഇനിയുള്ള ഭഗവാന്റെ ഓരോ ലീലകൾ നോക്കുമ്പോൾ അത്ഭുതം തന്നെ. സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണ്. അവരേതാ പരമാനന്ദത്തിൽ മുക്കുന്നു. ഇതാണ് ഭഗവാന്റെ അവതാരത്തിന്റെ മാധുര്യം. അജ്ഞാനത്തിൽപ്പെട്ട് ഇവിടെ ഭവേസ്മിൻ ക്ലിശ്യമാനാനാം അവിദ്യാ കാമകർമ്മഭി ശ്രവണസ്മരണാർഹാണി കരിഷ്യന്നിതി എന്ന് കുന്തിദേവി തന്റെ സ്തുതിയിൽ പറയുന്നു. ഇവിടെ അജ്ഞാനത്തില് മായയിൽപ്പെട്ട് വട്ടം തിരിയുന്ന സാധാരണക്കാർക്ക് ആശ്വാസം പകരാനാണ് ഭഗവാൻ കൃഷ്ണനായിട്ട് ഈ വേഷം കെട്ടി വന്നത്, അവതരിച്ചത്, താഴത്തേക്ക് ഇറങ്ങി വന്നത്. തൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ആ സച്ചിദാനന്ദ സ്വരൂപത്തെയൊക്കെ ഒന്ന് മറച്ചു വെച്ച് ഒരു വേഷമൊക്കെ കെട്ടി. എന്നാൽ സച്ചിദാനന്ദത്തിന് ഒരു കുറവില്ലാതെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത്, വേഷം കെട്ടി ഇറങ്ങി വന്നത് എന്തിനു വേണ്ടിയിട്ട്? ഇവിടെ കഷ്ടപ്പെടുന്നവരുടെ കണ്ണുനീരൊപ്പാൻ വേണ്ടി മാത്രം. തെളിവെന്താ? ശൃണ്വന്തി ഗായന്തി ഗൃണന്തി അഭീക്ഷ്ണസസ്മരന്തി നന്ദന്തി തവേഹിതം ജനാ. ഇന്ന് ചെവി കൂർപ്പിച്ചിരിക്കുന്ന ഭക്തന്മാർ ഭാഗവത എവിടെ പ്രഭാഷണം നടത്തിയാലും, ആര് ഏത് വഴിക്ക് പ്രഭാഷണം നടത്തിയാലും ചെവി കുറിപ്പിച്ചിരിക്കുന്നു. ചില ആചാര്യന്മാർ പറയാറുണ്ട്, ആര് പറഞ്ഞാലും ഒരു പോയിന്റ് കിട്ടാതിരിക്കില്ല. അങ്ങനെയാണ്. പണ്ടൊരു പറഞ്ഞൊല്ലുണ്ടല്ലോ, ആകാശത്തിൽ പോകുന്ന ഒരു കാക്ക പറന്നു പോവുകയാണ്, അതിനെ കൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് ഉപകാരം ഉണ്ടാവുക. അതുപോലും ശ്രദ്ധിക്കണം എന്നാണ്. എവിടുന്ന നമുക്ക് ഈ ലോകത്തിൽ, ഈ ലോകം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഈ കാണുന്നത് മുഴുവൻ ഭഗവാനിൽ നിന്നുണ്ടായി, ഭഗവാനിൽ നിലനിൽക്കുന്നു, ഭഗവാനിക്ക് ലയിക്കുന്നു. യതോ വായിമാനി ഭൂതാനി ജായന്തേ ഹേന ജാതാനി ജീവന്തി യൽ പ്രവിശന്തി അഭിസംവിശന്തി തദ് ബ്രഹ്മവിജ്ഞാസ്വ. ആ ഉപനിഷത്ത് മന്ത്രം കൊണ്ടാണ് ഭാഗവതം തുടങ്ങിയിരിക്കുന്നത്. ജന്മാദ്യസ്യ യഥാ. ഈ ലോകത്തിൻ്റെ ഊടും ഭാവമായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നും കളയാനില്ല, ഇവിടെ മോശമായിട്ടൊന്നുമില്ല, നല്ലത് മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും ഭഗവാന്റെ ചൈതന്യമുണ്ട്. അപ്പം പിന്നെ എന്ത് കേട്ടാലും ആരെന്ത് പറഞ്ഞാലും നമുക്ക് ഭഗവത് ചൈതന്യത്തെ അവിടെ ദർശിക്കാൻ കഴിയുന്നതാണ്. എന്തായാലും ശൃണ്വന്തി, നമ്മളൊക്കെ ചെവി കൂർപ്പിച്ചിരിക്കുന്നു, പറയാൻ കിട്ടിയ അവസരങ്ങൾ പറയാനായിട്ട് തയ്യാറാവുന്നു, സ്മരിക്കാനുള്ള അവസരങ്ങൾ തയ്യാറാവുന്നു. എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോഴെങ്കിലും ഭഗവാനെ സ്മരിക്കാൻ തയ്യാറാവുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഇത് തന്നെയാണ് തെളിവ്. ഈ സംസാര ഭവപ്രവാഹത്തെ ഭവസമുദ്രത്തിൻ്റെ ഒരു അറ്റത്തേക്ക് എത്താൻ, ഭവസമുദ്രത്തെ തരണം ചെയ്യാൻ നിഷ്പ്രയാസം ഈ മാർഗത്തിൽ ശ്രവണം, കീർത്തനം, ധ്യാനം എന്ന് ഭാഗവതം പറയും. ശ്രവണം, കീർത്തനം, നിധിധ്യാസനം, അങ്ങനെ പല പല പേരിൽ പറഞ്ഞാലും ഇവിടെ ഭാഗവതത്തിൽ കൃത്യമായിട്ട് പറയുന്നു ശ്രവണം, കീർത്തനം, ധ്യാനം. ഇത് മൂന്നാണ് പ്രധാനമായിട്ടുള്ള വഴി, വേറെ വഴിയൊന്നുമില്ല. അതിൻ്റെ തലങ്ങളിലേക്ക് മാറ്റം വരുന്നു മാത്രമേ ഉള്ളൂ, ഓരോ ചിന്തകന്മാർ നോക്കി കണ്ടെത്തിയിട്ട്. അപ്പം അങ്ങനെ സംസാര സാഗരത്തെ തരണം ചെയ്യാൻ എളുപ്പത്തിൽ കഴിയും. എന്തുകൊണ്ട്? ഈ ഭഗവാന്റെ അവതാരങ്ങളെ കൊണ്ട്, അവതാര ലീലകളെ കൊണ്ട്, മധുരമധുരമായ കൃഷ്ണലീലകളെ കൊണ്ട്. കപിലാചാര്യരും അത് തന്നെയാണ് പറഞ്ഞത്. സതാം പ്രസംഗാൻ മമ വീര്യസംവിദോ ഭവന്തി ഹൃൽകർണരസായന കഥാ തജ്ജോഷണാദാശ്വപവർഗവർത്മനി ശ്രദ്ധ രതി ഭക്തിരനുക്രമിഷ്യതി. നിങ്ങൾ ആദ്യം ഭഗവത് കഥകൾ കേൾക്കൂ, സജ്ജനങ്ങളുടെ കണ്ഠങ്ങളിലൂടെ ഒഴുകി വരുന്ന കഥാപ്രവാഹത്തെ അനുഭവിക്കൂ. ഈ കഥ മാത്രം കേട്ടിരുന്നാൽ കാര്യം ഉണ്ടാവുമോ? ആദ്യം കഥ കേൾക്കൂ. കഥ കേൾക്കാൻ ശ്രദ്ധയുണ്ടാവില്ല, ആദ്യം കഥ കേട്ടിരിക്കാൻ ശ്രദ്ധയുണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ, കഥയുടെ പ്രത്യേകത കൊണ്ടാണല്ലോ മിക്കവാറും ആൾക്കാർ സീരിയലിൻ്റെ മുമ്പിൽ നിന്ന് എണീക്കാത്തത്.
കഥയാണ്. എന്നാൽ സീരിയൽ കണ്ടാൽ പോരെ? ഭാഗവതം തന്നെ കേൾക്കണം നിർബന്ധമുണ്ടോ? അതോ ഹൃൽകർണരസായന കഥ. ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതാണ്. ചെവിക്ക് അമൃതം പോലെയാണ്. അതുമാത്രമല്ല, ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതാണ്. അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ ചെവി അറിയാതെ ഇങ്ങോട്ട് വരും. ശ്രദ്ധാരതി ഭക്തിരനുക്രമിഷ്യതി. ഭക്തി ഉണ്ടാവാൻ എളുപ്പം അത് തന്നെയാണ്. ഭക്തി ഉണ്ടായിട്ട് ഇപ്പം എന്താ വേണ്ടത്? ഭക്തിയാ പുമാഞ്ചാത വിരാഗ ഇന്ദ്രിയാൽ. ഭക്തി കൊണ്ട് വിരക്തി ഉണ്ടാവും. എത്രത്തോളം ഭഗവാനിലേക്ക് അടുക്കുന്നു അത്രയും വിഷയാസക്തികൾ നമുക്ക് കുറഞ്ഞു വരും. ഇപ്പോൾ വിഷയാസക്തി കുറഞ്ഞു വന്നാലോ ക്രമേണ എല്ലായിടത്തും ഭഗവാനെ ദർശിക്കാൻ കഴിയുന്നു, അജ്ഞാനത്തെ നശിപ്പിക്കാൻ കഴിയുന്നു, ജ്ഞാനമുദിക്കുന്നു, പ്രത്യേകാത്മസ്വരൂപനായ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നു. ജീവിത ലക്ഷ്യം കഥാശ്രവണം കൊണ്ട് കഴിയും. അത് മധുരമധുരമായ വെറും ലൗകിക കഥകളല്ല. ജഗദീശ്വരനായ ഭഗവാൻ ഒരു ഉണ്ണിയായിട്ട് താഴത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. നന്ദസ്ത്വാത്മജ ഉൽപ്പന്നേ ജാതാഹ്ലാദോ മഹാമന. ഉണ്ണിയായിട്ട് വസുദേവരുടെ അടുത്ത് ദേവകിയുടെ അടുത്ത് വന്നുവെങ്കിൽ അവിടുന്ന് ഓടിപ്പോയി നന്ദഗോകുലത്തിലേക്ക്. വസുദേവർക്കും ദേവകിക്ക് അറിയാം ഇത് പരമാത്മാവ് തന്നെയാണെന്ന്. പക്ഷെ അവർക്ക് അറിയാം ആ ആനന്ദം അനുഭവിക്കാൻ കഴിയുന്നു, ദുഃഖത്തെ തരണം ചെയ്യാൻ അവർക്ക് കഴിയുന്നു. എന്നാൽ യശോദമ്മയ്ക്കും നന്ദഗോപർക്കും അറിയില്ല ആരാന്ന്. അവർ സ്വന്തം ഉണ്ണിയായിട്ട് തന്നെ വളർത്തിക്കൊണ്ടുവരാണ്. എന്നാൽ അവർ പരമാനന്ദം അനുഭവിക്കുന്നുണ്ട്. അപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ ഇപ്പം അറിഞ്ഞില്ലെങ്കിൽ എന്താ, അവർ പരമാനന്ദം അനുഭവിക്കുന്നു. ക്രമേണ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ആ വഴി കൂടെ അങ്ങനെ പോകുന്ന സമയത്ത് എത്രയോ ജന്മം നന്ദു നന്ദനാകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ നന്ദഗോകുലത്തിലുള്ള ജന്മോത്സവം കൊണ്ടാടുന്നത് ആരംഭിക്കുക ഭാഗവത്തിൽ. തു എന്നൊക്കെ ഉള്ളൂ, നന്ദനാകട്ടെ. എത്രയോ ജന്മങ്ങളിൽ കഠിനമായ വ്രതങ്ങൾ അനുഷ്ഠിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ദാനധർമാദികൾ നടത്തി എത്രയോ വസ്ത്രദാനവും അന്നദാനവും ഒക്കെ നടത്തി അതിൻ്റെ ഫലമായിട്ടാണ് ഇതാ കുറച്ചു കാലം ജഗദീശ്വരനായ ഭഗവാനെ ഒരു ഉണ്ണിയായിട്ട് ഇങ്ങനെ വാരിയെടുക്കാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നത് എന്ന് നന്ദഗോപർക്ക്. സർവാൻ നന്ദയതി നന്ദ. എല്ലാവരെയും ആനന്ദിപ്പിക്കുന്ന ആൾക്കാണ് നന്ദൻ എന്ന് പേര് കിട്ടുള്ളൂ. നമുക്ക് എല്ലാവരെയും ആനന്ദിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? അജാതശത്രവ എന്ന് സജ്ജനങ്ങൾക്ക് ഒരു നിർവചനം കപിലാചാര്യര് കപിലോപദേശത്തിൽ കൊടുത്തിട്ടുണ്ട്. അജാതശത്രവ, ശത്രുക്കൾ മനസ്സിൽ പോലും ജനിച്ചിട്ടുണ്ടാവരുത്. അവരാണ് സജ്ജനങ്ങൾ. ശത്രുക്കളെ മനസ്സിൽ പോലും ജനിച്ചിട്ടുണ്ടാവാൻ പാടില്ല, ജനിച്ചിട്ടേ ഉണ്ടാവാൻ പാടില്ല. ശത്രുക്കൾ ജനിച്ചിട്ടില്ല. അങ്ങനെയുള്ളവർ ഉണ്ടെങ്കിൽ അവർ സജ്ജനങ്ങളാണ് ശരിയായിട്ട്. അങ്ങനെയുള്ള ഒരാളാണ് നന്ദഗോപര്. അങ്ങനെ നമ്മൾ ആയിക്കഴിഞ്ഞാലോ പിന്നെ വാരിയെടുക്കാം, ഉണ്ണിയായിട്ട് ഭഗവാനെ വാരിയെടുക്കാം. ഭഗവാന്റെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ഇടയന്മാരുടെ ഇടയിൽ ഭഗവാൻ ഇലയാടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഭക്തവാത്സല്യ നിമിത്തം ഈ ഇടയന്മാരും ഗോപിമാരും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത് എത്രയോ ഉപനിഷത്ത് മന്ത്രങ്ങളും പുണ്യാത്മാക്കളും മഹർഷിമാരൊക്കെ ആണെന്ന് പല ഭാഗങ്ങളിൽ നോക്കിയേ കാണാം. അങ്ങനെ അവിടെ പരമാനന്ദം എന്നാണോ നമ്മുടെ ഹൃദയത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധമാക്കി ഭഗവാനെ ഹൃദയത്തിൽ അവതരിപ്പിക്കാൻ കഴിയുക, അന്ന് അവിടെ പരമാനന്ദമാണ്, ഉത്സവമാണ്. നമ്മുടെ എല്ലാ ഹൃദയ മാലിന്യങ്ങളെയും മാറ്റി നിർത്താൻ പാകത്തിന് ഭഗവാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ നമുക്ക് എന്ന് കഴിയുന്നു, അന്ന് അവിടെ നൃത്തം വയ്ക്കാം. പരമാനന്ദമാണ്, നൃത്തം വയ്ക്കുന്നു. വെണ്ണയും പാലും എറിഞ്ഞു കളിക്കുന്നു. വെണ്ണയും പാലുമാണ് ഗോപന്മാരുടെ ധനം. അത് വിറ്റ് ജീവിക്കുന്നവരാണ്. അത് അവർക്ക് നിസ്സാരമായിട്ട് മാറി. കാരണം അത് എറിഞ്ഞു കളിക്കുന്നു. ഒരു തുള്ളി പാല് കളയാത്തവരാണ്. ഒരു കഷ്ണം പോലും, തരി പോലും വെണ്ണ വെറുതെ കളയാത്തവരാണ് ഗോപന്മാർ സാധാരണ. പക്ഷേ കൃഷ്ണാവതാരത്തോട് കൂടിയിട്ട് ഭഗവാൻ വന്നപ്പോഴേക്കും അതൊക്കെ നിസ്സാരായി. എന്ന് നമുക്ക് ഭഗവാനിലേക്ക് മനസ്സുറയ്ക്കുന്നുവോ ആ ഭക്തിയാ പുമാഞ്ചാത വിരാഗ ഇന്ദ്രിയ. അന്ന് വിരക്തി ഉണ്ടാവുന്നു. ബാക്കിയുള്ളതൊക്കെ നിസ്സാരമാണെന്ന് അപ്പോഴല്ലേ മനസ്സിലാവുക. വലിയൊരു വസ്തുവിന് കിട്ടുമ്പോഴാണ് ചെറിയ പദാർത്ഥങ്ങളൊക്കെ നമ്മൾ തള്ളിക്കളയുക. വില കൂടിയ സാധനം കിട്ടി, രണ്ടും ഒരേപോലെ കൊണ്ടുവന്നു, ഏതാ വേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതെടുക്കും, ചീത്ത തള്ളിക്കളയും, നിസ്സാരമായിട്ടുള്ളതൊക്കെ ഉപേക്ഷിക്കും. ഇത് ഏറ്റവും വിലപിടിപ്പുള്ളതാണ്. ഒരു പ്രഭാഷകൻ ഇരുന്ന് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൃഷ്ണൻ്റെ
ആഭരണങ്ങളെക്കുറിച്ചും അമ്മ ആഭരണങ്ങൾ അണിയിക്കുന്നു, ഉണ്ണിക്കണ്ണനെ അലങ്കരിക്കുന്നു, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരാളിരുന്ന് മോഷ്ടിക്കാൻ വന്നതാണ്. തിരക്കുള്ള സ്ഥലമാണല്ലോ, എവിടുന്നെങ്കിലും പോക്കറ്റ് അടിക്കാൻ വിചാരിച്ച് വന്നതാണ്. അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിങ്ങനെ കേട്ടു, ഇങ്ങനെ ഒരു ഉണ്ണിയുണ്ടോ ഇവിടെ, ഇത്രയൊക്കെ ആഭരണങ്ങൾ അണിഞ്ഞൊരു ഉണ്ണിയുണ്ടോ എന്ന് വിചാരിച്ചുകൊണ്ട് അന്വേഷിച്ച് വരികയാണ്. അന്വേഷിച്ച് ഭഗവാൻ അന്വേഷിച്ച് കഴിഞ്ഞാൽ പിന്നെ കിട്ടാതിരിക്കില്ല. അന്വേഷിക്കാൻ വേണ്ടി പുറപ്പെടുക വേണ്ട, ഭഗവാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പം അയാൾ മറ്റുള്ള ചെറിയ ചെറിയ കളവൊക്കെ നിർത്തിയിട്ട് ഈ വലിയ കള്ളനെ പിടിക്കാൻ നോക്കി. അതോട് കൂടിയിട്ടോ ആ കള്ളൻ കണ്ടുപിടിച്ചു. ആ കള്ളനെ പേര് കിട്ടാൻ എന്താ കാരണം? വ്രജേ വസന്തം നവനീതചോരം വ്രജാംഗനാനാം ച ദുകൂലചോരം അനേക ജന്മാർജിത പാപചോരം ചോരാഗ്രഗണ്യം തമഹം ഭജാമി. കള്ളന്മാരിൽ പെരുങ്കള്ളനാണേ. അതുകൊണ്ടായിരിക്കാം ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഒന്നാം തീയതി തോറും പെരുങ്കള്ളന്മാരൊക്കെ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു അത്ഭുതം ഉണ്ടായി. അങ്ങനെയൊക്കെ പോയാലും അവരെ ഭഗവാൻ തൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നതാണ്. ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു ആളുടെ, ഒരു രാഷ്ട്രീയക്കാരൻ്റെ, ഗുരുവായൂരപ്പനെങ്ങനെ തൊഴുതുള്ള ഒരാൾ ദേഹം കഴിഞ്ഞ ദിവസം വെടിയുന്നതായി നമ്മൾ വായിച്ചു. പേര് പറയുന്നില്ല. ആ ദേഹം വെടിയുന്ന സമയത്തൊരു പ്രത്യേകത എന്താ അറിയൂ? അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹം കോണകം ഉടുത്ത് നടന്ന് കളിച്ച ക്ഷേത്രത്തിൽ സപ്താഹയച്ച് നടത്തി കൃഷ്ണാവതാരം വായിച്ച സമയത്ത് അദ്ദേഹം ദേഹം വിട്ടത്. എത്ര കൃത്യ! രണ്ടും ഒരേ സമയത്ത്. അപ്പോൾ ഏത് കള്ളന്മാർ തൻ്റെ അടുത്ത് വന്നാലും ഭഗവാൻ പിടിവിടില്ല. അതാണ് ഭഗവാന്റെ കാരുണ്യം. ഏന പ്രകാരേണ മന കൃഷ്ണേ നിവേശയിൽ, ഏതെങ്കിലും പ്രകാരത്തിൽ മനസ്സൊന്ന് ഭഗവാനിലേക്ക് തിരിച്ചുവിട്ടാൽ മതി. പിന്നെ അവർ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരേണ്ടത് ഭഗവാന്റെ കാരുണ്യമാണ്, ഭഗവാന്റെ ജോലിയാണ്. കൃഷ്ണാവതാരത്തിൽ പ്രത്യേകിച്ചും കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, എല്ലാ കാരുണ്യവും ഒരുമിച്ച് ഇറങ്ങി വന്നിരിക്കുന്നു ഭഗവാൻ കൃഷ്ണനായിട്ട്. അങ്ങനെ ഗോകുലത്തിൽ പരമാനന്ദം ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നു. നന്ദഗോപുര് കുറച്ചു കാലമായിട്ട് കുട്ടികളൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. അത്രേ പ്രായമായി നന്ദഗോപർക്ക് യശോദമ്മയ്ക്കൊക്കെ ഈ കുട്ടികളൊന്നും ഉണ്ടാവില്ല വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് യശോദമ്മ ഗർഭിണിയായി. ആഘോഷമൊക്കെ നടത്താൻ വേണ്ടി നിന്നപ്പോഴാണ് ഭഗവതി അവതരിച്ച് എല്ലാവരെയും മയക്കി കിടത്തിയത്. പിന്നെ ഭഗവാൻ വന്നു, എല്ലാവരും മയക്കത്തുനിന്ന് ഉണർത്തി. മായ വന്നാൽ എല്ലാവരും ഒന്ന് മയങ്ങും. ഭഗവാൻ വന്നപ്പോഴേക്കും മയക്കൊക്കെ പോയി, പിന്നെ ഉത്സവമായി. അതിൻ്റെ ഇടയിലാണ് ഇത്രയും സമ്പത്തിന് കണ്ടപ്പോഴാണ് നന്ദഗോപുരക്ക് സംശയം, എന്താ അത്ര സമ്പത്തിന് ഒഴുകുന്നുണ്ടല്ലോ, ഇതെങ്ങനെ വന്നു ഇവിടെ? എങ്ങനെ? ശുകാചാര്യർ പറയുന്നു, രമാക്രീഡ ഭൂനൃപ, ലക്ഷ്മി ദേവിയും ഒപ്പം വന്നു നൃത്തം വയ്ക്കാൻ തയ്യാറായിട്ട്. ഈ സമ്പത്ത് നിലനിർത്താൻ ഭഗവാനെ ഭജിക്കണം. തൻ്റെ ഉണ്ണിയുടെ ശ്രേയസ്സിന് സമ്പത്ത് ആവശ്യമുണ്ട്. ഉണ്ണിക്ക് ശ്രേയസ്സുണ്ടാവണമെങ്കിൽ എന്താ വേണ്ടത്? സമ്പത്തല്ല ശരിക്കും വേണ്ടത്, ഭഗവാന്റെ കാരുണ്യമാണ്. ഭഗവാനെ പൂജിക്കുക വേണ്ടത്. ആ ഭഗവത് പൂജയ്ക്ക് സമ്പത്ത് ആവശ്യമുണ്ട്. അതിനായിട്ട് സമ്പത്ത് നിലനിർത്തണം. അതിനായിട്ട് കംസന് കരം കൊടുത്ത് സുഹൃത്തായിട്ടുള്ള വസുദേവരെ കണ്ട് കുശലപ്രശ്നമൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോഴേക്കും വസുദേവർ പറഞ്ഞു, വേഗം പൊക്കോളൂ, ആപത്ത് എന്തൊക്കെ വരുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴേക്കും ആപത്ത് വന്നു പോയിരിക്കുന്നു. എന്താപത്ത്? പൂതനാ ലോകബാലഗ്നി രാക്ഷസി രുധിരാശന. രാക്ഷസി ലോകബാലഗ്നി, ലോകത്തിലെ കുട്ടികളെ മുഴുവൻ കൊല്ലുന്നവളാണ്, രാക്ഷസിയാണ്. ചായയും കാപ്പിയൊന്നും കഴിക്കില്ല, പിന്നെയോ രക്തം മാത്രമേ കുടിക്കുള്ളൂ. അത്രയും ഭയങ്കരിയായിട്ടുള്ള പുണ്യത്തിൻ്റെ കണിക പോലും ഇല്ലാത്തവളെന്നൊക്കെ പറയാത്രേ, എന്നൊക്കെ പറയാത്രേ. അവൾ വന്നു. പക്ഷെ തൻ്റെ ഭയങ്കരമായ ദേഹം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ആരും സ്വീകരിക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ലളിതമായിട്ടുള്ള വേഷം കെട്ടി ലളിതയായി താഴത്തേക്ക് ഇറങ്ങി വന്നത്. കാണുന്നവർ ഗോപിമാരൊക്കെ, ഇതാരത്, എവിടുന്ന് വരുന്നവളാണല്ലോ, അങ്ങനെ അകത്തേക്ക് കടത്തി വിടണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വരുമ്പോഴേക്കും അവർ തട്ടി മാറ്റി അകത്തേക്ക് പോയിരിക്കുന്നു. പൂതന ആ കുശല പ്രശ്നമൊക്കെ ചെയ്തിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ നിശ്ചയിച്ചില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, ഓരോ കാര്യങ്ങൾ അവരും ചോദിച്ചുകൊണ്ട്, ആരോടും പറയാത്ത കാര്യങ്ങൾ പോലും അവൾക്കറിയാം. എല്ലാവരും പകച്ചു നിൽക്കുകയാണ്. അകത്തേക്ക് കയറി ചെന്നു. ഭഗവാൻ ഈ കളവ് വേഷം കെട്ടി വരുന്ന പൂതനയുടെ വരവ് കണ്ടിട്ടേ, ഭഗവാനും കളവ് വേഷം കെട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്, കള്ളവേഷം കെട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. സച്ചിദാനന്ദ സ്വരൂപനാണ്, രൂപങ്ങൾക്കും നാമങ്ങൾക്കും അതീതനായിട്ടുള്ള ആളാണ്. ഇത്രയും മനോഹരമായ രൂപവും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഭഗവാൻ കണ്ണടച്ച് കിടന്നു, കളവ് കാണിച്ചു.
കളവ് കാണിക്ക്. കണ്ണടച്ച് കിടന്ന കളവ. ഉറക്കല്ലാത്ത ആൾ കണ്ണടച്ച് കിടന്ന കളവാണ്. ഭഗവാൻ ഉറക്കല്ലേ? ചരാചരാത്മാവായിട്ടുള്ള ഭഗവാൻ ഉറങ്ങാൻ പറ്റുമോ? എന്തായാലും പൂതന വന്നെടുത്തു ഭഗവാനെ. വീട്ടിലേക്ക് പോകുന്ന സമയത്തേ വീടിൻ്റെ മുമ്പിലെത്തി. അപ്പോഴാണ് നല്ലൊരു കയറ് കിടക്കുന്നു. കയറാന്ന് വിചാരിച്ച് എടുത്തപ്പോഴാണ് മനസ്സിലായത് പാമ്പാണെന്ന്. അതുപോലെ ഭഗവാൻ എടുത്ത് മടിയിൽ വെച്ചു എന്നാണ്. ചുറ്റും നോക്കി, ആരുമില്ല. സ്തനകഞ്ചുവൊക്കെ കാളകൂടെ വിഷം പുരട്ടിയ സ്തനം വെച്ചു കൊടുത്തു എന്നാണ്. 2 കൈ കൊണ്ട് മുറുക്കി പിടിച്ചുകൊണ്ട് ഭഗവാൻ വലിച്ചു കുടിക്കുന്നു. പൂതനയാണെങ്കിൽ വിഷം കത്തി ചെല്ലുമ്പോഴേക്കും ഇപ്പം വലിച്ചു വീഴുന്നു വിചാരിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. പക്ഷെ നല്ല ഉത്സാഹമായിട്ട് വലിച്ചു കുടിക്കുന്നുണ്ട് ഈ ഉണ്ണി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വന്നിട്ട് ഇവളെനിക്ക് വിഷം നൽകിയത്. വിഷമെങ്കിലും നൽകിയല്ലോ. ഇവിടെ വന്നിട്ട് എനിക്കൊന്നും തരാത്തവരുണ്ട്, അവരെക്കാളും ഭേദമാണല്ലോ വിചാരിച്ചുകൊണ്ട് വിഷം കഴിച്ചു. ഇനി വല്ലതും നല്ലതുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കി. അപ്പോഴാണ് പൂതനൻ്റെ ഉള്ളിലേ ശുദ്ധമായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. പഞ്ചപ്രാണൻ. എന്നാ പ്രാണനെ വലിച്ചെടുക്കാൻ തയ്യാറായി. പ്രാണൻ പോകുമ്പോഴേക്കും അതിഭയങ്കരമായിട്ടുള്ള വേദനയാണ് പൂതനയ്ക്ക്. പൂതന അലറാൻ തുടങ്ങി. സാ മുഞ്ച മുഞ്ചാലമലമിതി പ്രഭാഷിണി. വിടൂ വിടൂ മതി മതി. മതിന്നാ ആരാ പറയാൻ? വിളമ്പുന്ന ആളാ കഴിക്കുന്ന ആളാ? ഇഡ്ഡലി വിളമ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ വിളമ്പുന്ന ആൾ പറയാം മതി മതി. കഴിക്കുന്ന ഞാനല്ലേ തീരുമാനിക്കാൻ, ഞാൻ പറയാൻ മടിയെന്ന്. പിന്നെ വിടു വിടൂ എന്ന്. ഭഗവാൻ ഒരാളെ പിടികൂടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിടികൂടിയാൽ പിടിവിടാറില്ല. ഇവിടെ വരാൻ നമുക്ക്, അല്ലെങ്കിൽ വരാതിരിക്കാൻ എത്ര കാരണം പറയാണ്ട്. അവിടെ കുറെ ഉള്ളിലേക്ക് പോയിട്ടുള്ള സ്ഥലമല്ലേ, 9 കൊല്ലൊക്കെ ആയാലും അവിടേക്ക് വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മോഹനിയുണ്ടല്ല. എത്രയോ അകലേന്ന് ഇവിടെ വന്ന ആൾക്കാരുടെ ഇഷ്ടം പോലെ. എന്നാൽ ഈ തൃശ്ശൂരുള്ളവർ പലരും ഇവിടേക്ക് കടന്നിട്ടുണ്ടാവില്ല. ഇനിയും ഇത് കണ്ടിട്ടില്ല. 9 കൊല്ലമായിട്ടേ ഇങ്ങനൊരു സ്ഥലം കണ്ടിട്ടില്ല. പിന്നെ പത്രങ്ങളിലും അല്ലെങ്കിൽ പല ദിക്കിലും പോസ്റ്ററും ഒക്കെ ഉള്ളത് കൊണ്ട് പേരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് മാത്രം. അങ്ങനെയൊന്നും ഈ ഭാഗവത നാട്ടിൽ മുഴുവൻ സപ്താഹമൊക്കെ ഉണ്ട്, ഇനിയും ഭാഗവതം കേൾക്കാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും ഭഗവാൻ പിടികൂടാറില്ലെന്ന്. പിടികൂടിയാൽ പിടിവിടില്ല. പിടിച്ചു കഴിഞ്ഞിട്ട് പറയാണ് വിടു വിടുമെന്ന്. അതുണ്ടാവും കുറെ. പിന്നെ അങ്ങോട്ട് എണീറ്റ് ഓടുന്നു. സ്വസിദ്ധമായിട്ടുള്ള ആ ഭയങ്കര ദേഹവുമായിട്ട് ഓടുന്നു പൂതന. ദൂരെ പോയിട്ട് മലനടിച്ച് വീഴുന്നു. ഗോപിമാര് ഓടി വന്ന ആരാധ എന്തൊക്കെയോ പേടിച്ചു. ഇതാ വന്ന് പൂതനയുടെ മുകളിൽ നിന്ന് കണ്ണനെ എടുക്കുന്നു. അവരുടെ വക മന്ത്രവാദം. ഗോമൂത്രേണ സ്നാപയിത്വ. ഗോമൂത്രം കൊണ്ട് കുളിപ്പിക്കുക, ചാണകം തൊട്ട് ജപിക്കുക, പശുവിൻ്റെ കുളമ്പിൻ്റെ അടിയിലത്തെ മണ്ണെടുത്തോട്ട് ജപിക്കുക. എന്താ അവരുടെ ഇത്തം പ്രണയബദ്ധാഭി. പിന്നെ ഒന്നുകൂടി വാരിയെടുത്ത് അവ്യാദജോഘ്രിമണിമാം സ്തവജാന്വധോരു യജ്ഞോച്യുത കടിതടം ജഠരം ഹയാസ്യ ഹൃൽകേശവസ്തു ദുരൈശൈനസ്തു ഗണ്ഡം. ഓരോരോ അംഗങ്ങളിലും തൊട്ട് ജപിക്കുകയാണ്. ഭഗവാന്റെ ഓരോ നാമം വെച്ചുകൊണ്ട് രക്ഷിക്കണേ പ്രാർത്ഥിക്കുകയാണ്. സ്വന്തം കുട്ടിയൊന്നല്ല, നാട്ടിലെ അവരുടെ ഒരു പ്രധാനിയായിട്ടുള്ള യശോദമ്മയുടെ കുട്ടിയാണ്. ആ കുട്ടിയുടെ രക്ഷയ്ക്കായിട്ട് ഇത്രയും ഇത്തം പ്രണയബദ്ധാഭി ഗോപീഭി. ആ പ്രണയബദ്ധനായിട്ടുള്ള ഗോപിമാരുടെ മന്ത്രജപം അത് ഭഗവാനാണ് പ്രിയപ്പെട്ടതായി. ഇന്നും അമ്മമാര് ഈ 5-8 ശ്ലോകങ്ങൾ തൊട്ട് ജപിക്കാറുണ്ട് കുട്ടികളൊക്കെ ആപത്തൊക്കെ വരാതിരിക്കാൻ. ഇത് പുരാണത്തിൽ എഴുതി വെച്ച കാര്യമൊന്നുമല്ല. എന്നാലും പറയട്ടെ, രാത്രി മകന് 2 വയസ്സൊക്കെ ആയിട്ടുള്ള മകൻ അല്ലെങ്കിൽ 1.5 വയസ്സായിട്ടുള്ള മകൻ 2 മണിക്ക് കഴിഞ്ഞിട്ട് ഉറക്ക കരയുന്നു. ഡോക്ടറെ വിളിച്ചു നോക്കി, എന്ത് ചെയ്തിട്ടും കരച്ചിൽ മാറില്ല. അവസാനം ആ ഭാഗവത്തിൽ ആ 8 ശ്ലോകം ഒന്ന് വായിച്ചു നോക്കൂ, ചിലവില്ലാത്ത കാര്യമല്ലേ. ശരി, അതെടുത്ത് ആ ശ്ലോകം എടുത്ത് ഇങ്ങനെ വായിച്ചു. സ്വിച്ചിട്ട പോലെ കരച്ചില നിർത്തി ഉണ്ണി. ഇതൊക്കെ ഇന്നും അനുഭവമായിട്ടുള്ള കാര്യമല്ലേ, പുരാണത്തിൽ എഴുതി വെച്ച കാര്യമൊന്നുമല്ല അത്. ഇന്നും എത്രയോ ആൾക്കാർക്ക് അനുഭവമായിട്ടുള്ള കാര്യമാണ്. ഭഗവാന് പ്രിയപ്പെട്ടതായി മാറി ഇത്ര ഈ 8 ശ്ലോകങ്ങൾ. ഗോപന്മാർ വന്നു, ഭഗവാനെ സ്മരിച്ചു. ഇതാ ഇനി ഈ പൂതനയെ കിടത്തിയാൽ പറ്റില്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഉണ്ണിക്ക് രക്ഷ കിട്ടിയത്. പൂതനയുടെ ദേഹം വെട്ടി മുറിച്ച്
ദൂരെ കൊണ്ടുപോയിട്ട് കത്തിക്കുന്നു, എല്ലാവരും മൂക്കുപൊത്തി, ദുർഗന്ധം വരുന്നു വിചാരിച്ചിട്ട്. പക്ഷെ ഒഴുകി വന്നത് എന്താണ്? സുഗന്ധം. ചന്ദനം അകിലൊക്കെ കത്തിക്കുന്ന സുഗന്ധം. എന്താ ഇങ്ങനെ വരാൻ കാരണം? സംശയമില്ല അവർക്കും. അപ്പോഴേക്കും ഇതിൻ്റെ ഭാഗവത്തെ മുഴുവൻ ഒരു കാവ്യമായിട്ട്, സ്തോത്രകാവ്യമായിട്ട് എഴുതിയ മേൽപ്പത്തൂർ ഈ സമയമായപ്പോഴേക്കും ഉടക്കെ പ്രഖ്യാപിക്കുകയാണ് ഭഗവാന്റെ വാക്കുകൾ. എന്താ അത്? മുദ്രാവാക്യം പോലെ. മദംഗസംഗസ്യ ഫലം ന ദൂരേ. എഴുതി പഠിക്കേണ്ടതാണ്. മദംഗസംഗസ്യ ഫലം ന ദൂരേ, മദംഗസംഗസ്യ ഫലം ന ദൂരേ. എന്നെ തൊട്ട് കഴിഞ്ഞാൽ ഫലമുടനെ. എന്നെ തൊട്ട് കഴിഞ്ഞാൽ ഫലമുടനെ. എൻ്റെ ഏതെങ്കിലും അംഗത്തെ തൊട്ട് കഴിഞ്ഞാൽ ഫലം ഉടനെ. നമുക്കിപ്പോ ഭഗവാനെ പോയി തൊടാനൊക്കെ പറ്റുമോ? എന്താ ഇപ്പൊ വിഷമം? പ്രഭാഷണത്തിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്ക് അങ്ങനെ പറയാറുണ്ട് അത്രേ, ഭഗവാന്റെ കാരുണ്യം. അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുന്ന് പറഞ്ഞു, അതെ ഈ എന്ന് പറഞ്ഞ് നിർത്തുവോ? ദൂരെയുള്ള വസ്തു തന്നെയല്ലേ എന്ന് പറയാ, അത് നിർത്തുവോ? എന്നിട്ട് ഇതിപ്പോൾ ദൂരെയുള്ള വസ്തു എന്നല്ല, പിന്നെ എവിടെയാ? ഹൃദയസ്ഥ. നമ്മുടെ തൊട്ടടുത്ത ബുദ്ധിയെയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ കൂടെയുള്ള ആളാണ് ഈ ഉണ്ണികൃഷ്ണൻ. എന്നിട്ട് കൃഷ്ണൻ എന്താ ഇങ്ങനെയൊക്കെ ഒന്ന് മാറ്റൂ. അപ്പം ഞാൻ നോക്കി, കുറേയൊക്കെ നോക്കിയപ്പോൾ എനിക്ക് പറ്റണില്ല. കാരണം അത് ശീലമായിപ്പോയി. എന്ന് പറഞ്ഞ് ശീലമായിപ്പോയി. ഇനി ഒരു കാര്യം ചെയ്താൽ മതി, ഞാൻ പിന്നെ ശ്രോതാക്കളോട് പറയാണ്, എന്ന് പറയുമ്പോൾ അപ്പം നിങ്ങളൊക്കെ അത് ഈന്ന് മാറ്റിയാൽ മതി. മാമ എന്നെ തല്ലണ്ട, ഞാൻ നേരിയാവില്ല എന്ന് പറയാറില്ലേ, അതുപോലെ ഞാൻ നേരിയൊന്നും തോന്നുന്നില്ല. നിങ്ങൾ കേൾക്കുമ്പോൾ തിരിച്ച് കേട്ടാൽ മതി. ഈ ഭഗവാനെ തൊട്ട് കഴിഞ്ഞാൽ ഫലം ഉടനെ. ഈ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ഭഗവാന്റെ വാങ്മയ തേനേയം വാങ്മയീ മൂർത്തി. ഇതൊരു ഗ്രന്ഥം മാത്രമാണെന്ന് വിചാരിക്കണ്ട, ഭഗവാന്റെ വാങ്മയ സ്വരൂപമാണ് ഈ ഉണ്ണികൃഷ്ണനെ വാരിയെടുത്താൽ ഫലം ഉടനെ. ശരിക്കും പറഞ്ഞാൽ കൃഷ്ണാവതാരം ഉണ്ടായിട്ട് ഇപ്പം എത്ര ദിവസമായി? 9 ദിവസം. നമ്മുടെ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ഒരു ദിവസം. ഇപ്പോൾ കൃഷ്ണാവതാരം കഴിഞ്ഞ എത്ര ദിവസമായി? 9 ദിവസം. ചെറിയ ഉണ്ണിയായിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഉണ്ണികളെ പോലെ അല്ല കേട്ടോ. പ്രസവിച്ച പിറ്റേ ദിവസം തന്നെ വാരി എടുക്കാൻ തുടങ്ങി എല്ലാവരും കൊതിയോട് കൂടിയിട്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ശംഖചക്ര ഗദയോട് കൂടിയിട്ടൊന്നും ആരും പ്രസവിക്കാറില്ല ഇന്ന്. അല്ലെങ്കിൽ സാധാരണ പ്രസവം എന്നല്ല, ആവിരാസിയിൽ അവിടെ ഭഗവാൻ അവതരിക്കുകയുണ്ടായത്. മദംഗസംഗസ്യ ഫലം ന ദൂരേ. ഭാഗവതത്തിലെ ഏതെങ്കിലും അംഗങ്ങളെ, പ്രഥമസ്കന്ധം മുതൽ 12 സ്കന്ധങ്ങളുണ്ട്, ഏതെങ്കിലും ഒരു അംഗത്തെ, മധുരമധുരമായ കൃഷ്ണലീലകൾ വർണ്ണിക്കുന്ന ദശമസ്കന്ധത്തെ ഒന്ന് തൊടൂ. ഒന്ന് എങ്ങനെ തൊടുക? ചെവി കൊണ്ട് തൊട്ട് നോക്കൂ, നാവ് കൊണ്ട് തൊട്ട് നോക്കൂ, കണ്ണുകൊണ്ട് തൊട്ട് നോക്കൂ. അതിനേക്കാളും മാധുര്യമുള്ള ഒരു തൊടലുണ്ട്. എങ്ങനെയത്? ഹൃദാശൃണ്വൻ ഹരേ കഥ. ഹൃദയം കൊണ്ട് വാരിയെടുക്കൂ. എന്നുള്ള ആനന്ദം എത്രയാണ്? പദ്ഭ്യാം ഭക്തഹൃദയസ്ഥാഭ്യാം വന്ദ്യാഭ്യാം ലോകവന്ദിതൈ അംഗം യസ്യാ സമാക്രമ്യ ഭഗവാൻ അപിബൽസ്തനം. ഭഗവാന്റെ തൃപ്പാദങ്ങൾ എങ്ങനെയുള്ളതാണ്? തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ. ഭഗവാനെ അവിടുത്തെ പാദമൂലങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കണേ എന്ന് ഈ സംസാര ദുഃഖങ്ങളിൽ നിന്നൊക്കെ ഒരു ശമനം കിട്ടാൻ വേണ്ടി ഭഗവാനെ ധ്യാനിക്കാൻ വേണ്ടിയിരിക്കുന്ന ആചാര്യന്മാർ മോഹിക്കുന്നു. അങ്ങനെയുള്ള തൃപ്പാദം കൊണ്ടേ പൂതനയുടെ തൊടയിലും സ്ഥലങ്ങളിലും ദേഹത്തൊക്കെ തട്ടിക്കഴിഞ്ഞാൽ മോക്ഷം കിട്ടിയ അത്ഭുതമുണ്ടോ? പൂതനയ്ക്ക് മോക്ഷം കൊടുത്തു. അതുകൊണ്ടാണ് സുഗന്ധം ഉണ്ടായത് ദേഹം കത്തിച്ചപ്പോൾ. കൊല്ലാൻ വന്ന പൂതനയ്ക്ക് മോക്ഷം കൊടുത്ത ഭഗവാനെ ഹൃദയം കൊണ്ടുതന്നെ വാരിയെടുക്കാൻ എല്ലായിടത്തും ഭഗവാനാണ്. രൂപങ്ങൾക്കും നാമങ്ങൾക്കൊക്കെ അതീതനാണ് ഭഗവാൻ. ഭഗവാൻ എങ്ങനെ പൂജിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ, നമുക്ക് ഇന്നിപ്പോൾ വേറെയാണ് ഒന്നാണെന്ന് ബോധ്യപ്പെടാറൊന്നും ആയിട്ടില്ല. ഇപ്പോൾ വേറെ ആയിട്ട് തന്നെയാണ് നമ്മൾ ഇരിക്കുന്നതേ. അല്ലെങ്കിൽ നമുക്കിരുന്ന് കേൾക്കേണ്ട കാര്യമില്ല, പ്രഭാഷണം ചെയ്യേണ്ട കാര്യമില്ല. ഒന്നാണെന്നുള്ള അനുഭവം ഉണ്ടെങ്കിൽ
അപ്പം ഇന്ന് വേറെ ആയിട്ട് തന്നെ തോന്നുന്നത്. അതുകൊണ്ട് പൂജാവിധി എങ്ങനെയാണല്ലോ വേറെയായി കണ്ടുകൊണ്ട്, എന്നാൽ ഒന്നാണെന്ന് ഭാവന ചെയ്യാണ്. ആദ്യം ദേഹരക്ഷ കൊണ്ട് ദേഹത്തെ ഭഗവന്മയമാക്കി തീർക്കുന്നു, വിഗ്രഹത്തെ ഭഗവന്മയമാക്കി തീർക്കുന്നു, ശംഖപൂരണത്തിലൂടെ തീർത്ഥത്തെ ഭഗവന്മയമാക്കി തീർക്കുന്നു, പൂജാ ഉപകരണങ്ങൾ മുഴുവൻ ഭഗവന്മയമാക്കി തീർക്കുന്നു. ഇപ്പോൾ പൂജിക്കുന്ന ആളും പൂജിക്കുന്ന ഉപകരണങ്ങളും പൂജിക്കുന്ന വിഗ്രഹവും അടക്കം ഉണ്ണികൃഷ്ണനായിട്ട് മാറി. എന്നിട്ടും വേറെയായി കണ്ടുകൊണ്ട് സമർപ്പിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട്. ദേഹത്തിലെ പഞ്ചകാര്യങ്ങൾ, പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായിട്ട് ജലഗന്ധ പുഷ്പധൂപ ദീപങ്ങളെ സമർപ്പിക്കുന്നു ഭഗവാന്. അത് കഴിഞ്ഞിട്ടും ബാക്കിയുണ്ട് എന്ത്? ജീവൻ, ഞാൻ എന്നുള്ള ഭാവന ബാക്കിയുണ്ട്. അതുകൊണ്ട് പ്രാണായ സ്വഹ പാനായ സ്വഹ, പ്രാണായാമത്തിലൂടെ ഈ പ്രാണനെ ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നു, ജീവനെ കൂടി. ശരിക്കും വൃത്തിയായിട്ട് ഒരാൾക്ക് ഒരു തവണയെ പൂജ കഴിക്കാൻ പറ്റുള്ളൂ എന്നാണ്. ആ നിവേദ്യന് കഴിഞ്ഞോട് കൂടിയാണ് മലന്നടിച്ച് വീഴണം ദേഹം. എന്നാൽ പൂജ ഏറ്റവും കേമായി. പറ്റുമോ നമുക്ക്? സംഭവിക്കാറ് ഉണ്ടോയെന്നറിയില്ല, ചുരുക്കവും. ആ സാധനയുടെ അവസാനമാകുമ്പോഴേക്കും ജീവനെ ഭഗവാനിക്ക് ലയിപ്പിച്ച് ദേഹം വിടണം. അത്രയാവാത്തത് കൊണ്ട് നമ്മളൊരു കാര്യം ചെയ്തു, പ്രസാദാക്കുക. ഒരു പുഷ്പെടുത്ത് തിരിച്ചിട്ടു, നിവേദ്യം. ഇനിയുള്ള ജീവിതം എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പ്രസാദമാണ്. ഈ പ്രസാദ ഭാവനയോട് കൂടിയിട്ട് ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ക്രമേണ ഞാനും ഈശ്വരനും അല്ലെങ്കിൽ ഞാനും ഭഗവാനും ഒന്നാണ് എന്നുള്ള ആ അനുഭൂതിയിലേക്ക് എത്തിച്ചേരും. സംശയമില്ല, അനുഭവമായി തീരുന്നർത്ഥം. അങ്ങനെയുള്ള ഭഗവാനെ ഒന്ന് ഭക്തിയോട് കൂടിയിട്ട് പൂജിക്കാനോ, മനസ്സാകുന്ന വെണ്ണയാണ് ഭഗവാൻ സമർപ്പിക്കേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള ദുഷിച്ച വാസനകളെ പൂതന കൊടുത്ത പോലെ സമർപ്പിക്കുകയാണ് വേണ്ടത്. അതങ്ങനെ ഭഗവാൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ, പണ്ട് വിഷമുണ്ടായപ്പോൾ മഹാദേവൻ സമർപ്പിച്ച പോലെ പാലാഴി മഥന സമയത്തെ മനസ്സാകുന്ന പാലാഴിയെ മഥിപ്പിക്കുന്ന സമയത്ത് വിഷമൊക്കെ ഉയർന്നു വരാൻ ധ്യാനിക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഏറ്റവും പ്രശ്നം ഉണ്ടാവുക. ആധ്യാത്മിക സാധകരെയാണ് കൂടുതൽ പേടിക്കേണ്ടത്. എന്താ അത്? സാധാരണക്കാർക്ക് ഈ വിഷയവാസനകളൊക്കെ ഒരു പരിധി ഉണ്ടാവുന്നതാണ്. എന്നാൽ ആധ്യാത്മിക സാധകർക്ക് അങ്ങനെയല്ല, കുറച്ച് കൂടുതലുണ്ടാവും. സാധനയുടെ ഫലമായിട്ട് അതും കുറച്ച് ഉണ്ടാവും. അതിനെ നിയന്ത്രിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഉടനെ അധപ്പതനാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ആധ്യാത്മിക ആചാര്യന്മാരുടെ പലരുടെയും പേരൊക്കെ ചിലപ്പോൾ ടി വിയിലും പേപ്പറിലൊക്കെ വരേണ്ടി വരുന്നത്. എന്തുകൊണ്ട്? ഈ സാധനയുടെ ഇടയിൽ ഉണ്ടാവുന്ന ആ വിഷയവാസനകളും ചിലപ്പോൾ അങ്ങനെ ഉയർന്നു വരും, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള കഴിവുകളും ഉയർന്നു വരും. അതിനൊന്ന് അടക്കി അതിനപ്പുറത്ത് കരകയറാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണെന്നർത്ഥം. എന്തായാലും ഭഗവാനെ വാരിയെടുക്കുന്നു നന്ദഗോപര്. നന്ദസ്ത്വാത്മജൗൽപ്പന്നേ ജാതാഹ്ലാദോ മഹാമനാ. പരമമായിട്ടുള്ള ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നന്ദഗോപര്. കണ്ണനെ വാരിയെടുത്ത് മൂർധാവിൽ ഉമ്മ വെച്ചുകൊണ്ട് പരമാനന്ദം അനുഭവിക്കുന്നു. പരമാമുദം ലേഭേ ഗുരുദ്വഹ. പരമമായ ആനന്ദം അനുഭവിക്കുന്നു. അച്ഛൻ്റെ ഉണ്ണിയെ വാരിയെടുത്ത് മാർത്ത് ചേർത്ത് പഠിച്ചുകൊണ്ട് മൂർധാവിൽ ഉമ്മ വയ്ക്കുമ്പോൾ ഒരു ആനന്ദമൊക്കെ ഉണ്ട് ലോകത്തിൽ, ലൗകികമായ ആനന്ദമൊക്കെ ഉണ്ട്. ഇതിപ്പോൾ അതൊന്നല്ല. അതിനേക്കാളും അപ്പുറത്ത് ലോകത്തിലെ സകല സൗന്ദര്യവും സകല ആനന്ദവും ഒരുമിച്ച് വന്നിരിക്കുന്ന ഒരു ഉണ്ണിയായിട്ട് അപ്പം ഉണ്ടാവുന്ന ആനന്ദം എത്രയാണ്? യശോദമ്മയാണെങ്കിൽ യശോദമ്മയൊന്ന് പാല് കൊടുത്തു നോക്കൂ. ഉണ്ണിക്ക് എന്തെങ്കിലും പേടി പറ്റിയിട്ടുണ്ടോ എന്ന് അറിയണ്ടേ? പാല് കൊടുത്തു നോക്കൂ. യശോദമ്മ തരളമതി യശോദ സ്തന്യതാ ധന്യധന്യ. വാരിയെടുത്ത് മാർത്തിങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് ഭഗവാന് നിവേദ്യം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആകെ ഇങ്ങനെ മനസ്സിങ്ങനെ കൂരിത്തരിക്കുകയാണ്. എല്ലാം മറന്നുകൊണ്ട് യശോദമ്മ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നു. സ്തന്യതാ ധന്യധന്യ. ഈ അമ്മയല്ലേ ധന്യ 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 എന്ന് പറയേണ്ടത്. നമ്മളൊക്കെ നിവേദ്യം സമർപ്പിക്കാറുണ്ട് ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് പ്രാണായ സ്വഹ പാനായ സ്വഹ വേനയ സ്വഹ. അത് കഴിഞ്ഞിട്ട് പായസം നന്നായിട്ട് കേട്ടോ. ഭഗവാൻ കഴിച്ചു വെച്ചവന് പായസം നന്നാകുമോ? അല്ല, രസം മാത്രമേ കൊടുക്കാറുള്ളൂ. രസം എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ചണ്ടി മാത്രമേ കഴിക്കാൻ നമുക്ക് കിട്ടേണ്ടുള്ളൂ. അതുമല്ല, നല്ല പായസമായി ഉണ്ടെന്ന്. അപ്പം അതും നടക്കാറില്ല. പിന്നെ ഭഗവാൻ കഴിച്ചു, പ്രസാദം എന്നുള്ള ഭാവനയോട് കൂടി കഴിക്കാന്ന് മാത്രം. എന്നാൽ നേരിട്ട് കഴിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസര് പോയിട്ട് നിവേദ്യം വെച്ച് അമ്മയെ കഴിക്കൂ ഇന്ന് തലതല്ലി കരയുമ്പോഴേക്കും അമ്മ തന്നെ വന്ന്, രൂപങ്ങൾക്കും നാമങ്ങൾക്കും അതീതയായിട്ടുള്ള അമ്മ തന്നെ വന്ന്, എങ്ങനെയൊക്കെ പറഞ്ഞാലും ഏതൊക്കെ രീതിയിൽ രൂപമില്ല നാമമില്ല എന്ന് പറഞ്ഞാലും ഭക്തന് വേണ്ടിയിട്ട് രൂപം എടുത്ത് ഇറങ്ങി വന്നിരിക്കുന്നു അമ്മ. എന്നിട്ട് നേദ്യമൊക്കെ കഴിച്ചിട്ട് പോകുന്നു. ഇതിപ്പോൾ ഏതോ പഴയ കാലത്തെ കഥയൊന്നല്ലോ, അടുത്ത കാലത്ത്
നടന്ന സംഭവമല്ലേ? അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങൾ ഇന്നും നമുക്ക് ഒന്നും വേണ്ട. ആ ദക്ഷിണേശ്വരത്ത് അദ്ദേഹം പൂജ കഴിച്ച അമ്പലത്തിൻ്റെ മുമ്പിൽ ചെന്നാൽ മതി, കൂരിത്തരിക്കും. ആ അനുഭൂതി ഇപ്പോഴും നമുക്ക് നുകരാൻ കഴിയും. അങ്ങനെയുള്ള ആചാര്യന്മാരുടെ സാന്നിധ്യം കൊണ്ട് പരിശുദ്ധമായ സ്ഥാനങ്ങൾക്ക് ഇന്നും ദിവ്യമായ മാധുര്യം ഉണ്ടെങ്കിൽ എല്ലാം മറന്നുകൊണ്ട് ഇതാ ഭഗവാനും നിവേദ്യവും സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയുടെ ഭാഗ്യം എത്രയാണ്. ഭഗവാന്റെ ഒരു പിറന്നാൾ വന്നു. ആകെ തിരക്ക് കാരണം അവിടെ വലിയൊരു വണ്ടി ഉണ്ട്, അതിൻ്റെ അടിയിൽ കിടത്തി ഇത്ര കുട്ടികളെ ഭഗവാനെ കിടത്തി. അമ്മമാരെ അവിടെ നിന്ന് മാറുമ്പോഴേക്കും വണ്ടിയുടെ മുകളിൽ ഒരു അസുരൻ വന്നു, കംസഭൃത്യൻ, ശകടാസുരൻ. ഭഗവാൻ തന്നെ കുഞ്ഞുകാലുകൊണ്ട് തട്ടുകൊടുത്തു. അതോട് കൂടിയിട്ട് ശകടാസുരൻ്റെ പൊടി പോലും കണ്ടുപിടിക്കാനില്ല. പാത്രങ്ങളും ഭരണികളൊക്കെ ഉണ്ടായിരുന്നതാണ്, ഒരു പൊടി പോലും കണ്ടുപിടിക്കാറില്ല. മേൽപ്പത്തൂർ നാരായണത്തിൽ പറയും, ഒരു രജസ് പോലും കണ്ടുപിടിക്കാനില്ല. എങ്ങനെയുണ്ടാവുക? സത്വഗുണപരിപൂർണനായിട്ടുള്ള ഭഗവാനുമായി ചേർന്നാൽ പിന്നെ രജുഗുണം ബാക്കി ഉണ്ടാവുമോ? പൊടി ബാക്കി ഉണ്ടാവുമോ? അല്ലെങ്കിൽ രജസ് ബാക്കി ഉണ്ടാവുമോ? രണ്ടും ഒരുമിച്ച് പ്രയോഗിച്ചത് അദ്ദേഹം. കഥയിലൂടെ പറയുന്ന സമയത്ത് ഒരു പൊടി പോലും ബാക്കിയില്ല. അല്ലെങ്കിലോ ഭഗവാനുമായിട്ട് ചേരുമ്പോൾ രജോ ഗുണം മുഴുവൻ ഇല്ലാതെയാവുന്നു, സത്വഗുണ പരിപൂർണമാവുന്നു. അതിനപ്പുറത്ത് ആ നിർഗുണാവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ക്രമേണ സാധിക്കുന്നു. പിന്നെ എന്താ ഈ ശബ്ദം കേട്ട് ഓടി വരുന്ന അമ്മമാരെ, പിന്നെ അതിനുള്ള പരിഹാരങ്ങൾ, ഇങ്ങനെ പോകുന്നു കഥ. യശോദമ്മ ഒരു ദിവസം ഇങ്ങനെ മാർത്ത് വെച്ച് പാല് കൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വല്ലാത്ത കനം. ഊന്തി തള്ളി മാറ്റി ഇട്ടു. ഇത്ര കനോ ഈ ചെറിയ കുട്ടിക്ക്? കണ്ണു തട്ടിയിട്ടുണ്ടാവൂ. ആൾക്കാർ വന്ന് തുറച്ചു നോക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടാണോ എന്നറിയില്ല. യശോദമ്മ പോയി അവിടുന്ന്. അപ്പോഴേക്കും ചുഴലിക്കാറ്റായിട്ട് തൃണം ആവർത്തയെത്തി തൃണാവർത്തൻ, പുല്ല് പോലും പുഴക്കിക്കൊണ്ടുപോകാൻ കഴിവുള്ള തൃണാവർത്തൻ്റെ വരവ്. ഭഗവാനെ കൊണ്ടുപോയി. അമ്മയുടെ മടിയിലാണെങ്കിൽ അമ്മയെ കൊണ്ടുപോകും, അത് വേണ്ടാച്ചിട്ടാണ് അമ്മയെ മാറ്റിയിരുത്തിയത്. കാറ്റായി വന്ന തൃണാവർത്തൻ്റെയും കാറ്റ് കളഞ്ഞു ഭഗവാൻ. എന്തോ എല്ലാവരും കൂടി ഉണ്ണി എടുത്തുകൊണ്ടിരുന്നു, കണ്ണനെ എടുത്തുകൊണ്ടിരുന്നു. അവർ പേരിട്ടു, കണ്ണാന്ന് പേരിട്ടു. യശോദമ്മ പാല് കൊടുത്തു നോക്കൂ, ഒന്നുകൂടി കുടിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. മാർത്ത് വെച്ചു. ആ പുഞ്ചിരിയൊക്കെ എന്നെ കണ്ടുകൊണ്ട്, എല്ലാം മുഖത്ത് നോക്കിക്കൊണ്ട്, എല്ലാം മറന്നുകൊണ്ട് യശോദമ്മ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഇടയ്ക്ക് അങ്ങനെ ഒന്ന് പുഞ്ചിരിക്കും. നിർത്തി കുടിക്കുന്നുണ്ട്. ധാരാളം പാലുണ്ടെങ്കിൽ ആ കുട്ടികൾ നിർത്തി കുടിക്കത്രേ. ആ നിർത്തി ഇങ്ങനെ കുടിച്ച് അമ്മയുടെ മുഖത്ത് പുഞ്ചിരി പോകുന്നു. ഇടയ്ക്ക് കണ്ണടഞ്ഞു പോകുന്നു. ഉറക്കം വരുന്നുണ്ട് തോന്നുന്നുണ്ട്. അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടേ, ഇപ്പോൾ ഉറക്കം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പതുക്കെ ആട്ടി കൊടുത്തു. ഇതിൻ്റെ ഇടയിൽ പതുക്കൊന്ന് കോട്ടുവായിട്ടപ്പോഴേ വായിലേക്ക് നോക്കി. അപ്പോഴാണ് ലോകം മുഴുവൻ കാണാനുണ്ട്. അവിടെ എന്തൊക്കെ നക്ഷത്രങ്ങളും കാണാനുണ്ട്. രോഹിണി ഓടി വരൂ. യശോദമ്മ അങ്ങോട്ട് പരിഭ്രമായി. രോഹിണിയമ്മ ഓടി വന്നു. കുട്ടി താഴ്ത്ത് വീഴേ എന്താണ്ടായി അവന്ന് വിചാരിച്ചുകൊണ്ട് ഓടി വന്നതാണ്. കണ്ണൻ്റെ വായിലേ നക്ഷത്രം കണ്ടു. അപ്പോഴേക്കും കണ്ണൻ ചുണ്ടിയിട്ടുണ്ട്. കണ്ണ, നിന്റെ വായിൽ നക്ഷത്രം കണ്ടുവോ? ഹേയ് എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ചുണ്ട് കൂട്ടാതെ തന്നെ ഒന്ന് പുഞ്ചിരി തൂക്കുന്നുണ്ട്. പതുക്കെ രോഹിണിയമ്മ വിരല് ആ ചുണ്ടിൻ്റെ ഇടയിലോട് ഉള്ളിലേക്ക് തിരികെ കയറ്റിയിട്ടുണ്ടാവും. നക്ഷത്രം ഉണ്ടോ തപ്പി നോക്കുക. അങ്ങനെ ഉള്ളിലേക്ക് വിരലിട്ട് കൊടുക്കുമ്പോഴാണ് ചെറിയ പല്ല് മുളച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു കടി കൊടുത്തു. അയ്യോ എന്ന് പറഞ്ഞ് ഒറ്റ പോക്ക്. കണ്ടുണ്ടാവും പാൽ കുടിക്കുമ്പോഴേ ഇതുപോലെ കടി കിട്ടിയാൽ നക്ഷത്രം കണ്ടില്ലെങ്കിലേ പറയണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പോയിന്നാണ്. ഇപ്പം ഇതാ അമ്മയ്ക്ക്, യശോദമ്മയ്ക്ക് തൻ്റെ കുഞ്ഞു വായിൽ ലോകം മുഴുവൻ കാണിച്ചു കൊടുത്തു. ഇതൊക്കെ ഏതോ ഒരു കാലത്ത് നടന്നൊരു കഥയാണെന്ന് വിചാരിക്കണ്ട. നമ്മുടെയും പുണ്യമില്ലാത്ത ഭാവത്തെ, പൂതനയെ, നമുക്ക് പുണ്യമില്ലായ്മ കൊണ്ടാണ് പലപ്പോഴും ഇതുപോലുള്ള സത്രങ്ങളിലേക്ക് വരാൻ കഴിയാത്തത്. അല്ലെങ്കിൽ എത്രയോ ഭാഗവതം കേൾക്കാനുള്ള, പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ടും പഠിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? ജീവിതം ധന്യമാക്കി തീർക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? പുണ്യമില്ലായ്മ. ഇതൊക്കെ തട്ടിക്കളയണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം തന്നെ വേണം, ഭഗവാന്റെ പാദസ്പർശം തന്നെ വേണം. ഭഗവാന്റെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും ഏനകേന പ്രകാരേണ മന കൃഷ്ണേ നിവേശയേൽ, ഏതെങ്കിലും പ്രകാരത്തിലെ മനസ്സ് ഭഗവാനിക്ക് തിരിഞ്ഞാൽ ഇതൊക്കെ ഭഗവാൻ നശിപ്പിച്ചോളൂ എന്നാണ്. പുണ്യമില്ലാത്ത നമ്മുടെ ഉള്ളിലുള്ള ഭാവത്തെ നശിപ്പിക്കാൻ ഭഗവാന്റെ കാരുണ്യം വേണം. ഭഗവാനെ ആശ്രയിച്ചോളൂ, ഭഗവാനെ ഭജിച്ചോളൂ, വേറെ വഴിയില്ല. ഇനി അടുത്തത് അസുരണ്ട്. പുണ്യം ഉണ്ടായാലും ഇവിടെ വന്നിരുന്നാലും
വേറൊരു അസുരൻ നമ്മളെ ആക്രമിക്കാറുണ്ട്, ശകടാസുരൻ. ഈ വണ്ടിയിലുള്ള അഭിമാനം തന്നെ, ശരീരമാകുന്ന വണ്ടി. ആഹുശരീരം രഥമിന്ദ്രിയാണി, അല്ലെങ്കിൽ ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവച. ഈ രഥത്തിലുള്ള അഭിമാനം, ബുദ്ധിന്ദു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച. ശരീരമാകുന്ന രഥത്തിലുള്ള അഭിമാനം, ഈ വണ്ടിയിലുള്ള അഭിമാനം എന്നർത്ഥം. ഒരു അസുരൻ തന്നെയാണ് ഈ ദേഹത്തിലുള്ള അഭിമാനം, ദേഹാഭിമാനമാകുന്ന അസുരൻ തന്നെയാണ്. ഏറ്റവും പരിശുദ്ധങ്ങളായിട്ടുള്ള ഗോപിമാർക്ക് പോലും അതങ്ങോട്ട് കളയാൻ പറ്റിയില്ല. എന്നിട്ട് ഭഗവാൻ പിടിച്ചു വലിക്കേണ്ടി വന്നു. വസ്ത്രമാകുന്ന അസുരനെ, അല്ലെങ്കിൽ ദേഹാഭിമാനമാകുന്ന വസ്ത്രത്തെ പിടിച്ചു വലിച്ച് അവരെ പരിശുദ്ധകളാക്കി മാറ്റുണ്ടായത്. അവർക്ക് പോലും ഈ ദേഹാഭിമാനം വിടിയാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായി എന്നർത്ഥം. സ്വയം കളഞ്ഞതല്ല, പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ആ അവസ്ഥയിലേക്ക് എത്തിയവർ. ഇങ്ങനെ ശരീരമാകുന്ന രഥത്തിലുള്ള, അല്ലെങ്കിൽ ശരീരമാകുന്ന ഈ ശകടാസുരൻ, ശരീരാഭിമാനമാകുന്ന ശകടാസുരനെ നശിപ്പിക്കാൻ ഭഗവാന്റെ കാരുണ്യം തന്നെ വേണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ആള്, ഇവരൊക്കെ ചർച്ചക്കാരാണ്, ബന്ധുക്കളാണ്. ഓരോരുത്തരുടെ കൂടെ വരുന്ന ഒക്കെ സഹോദരന്മാരാണ്. ഇവരൊക്കെ ബന്ധുക്കളാണ്. അടുത്ത ആളാണ് കണ്ണിൽ പൊടി വാരി എറിയുന്നത്. കാമാതി വികാരങ്ങള്, കാമം ക്രോധം തുടങ്ങിയിട്ടുള്ള വികാരങ്ങൾ വന്ന കണ്ണ് കാണാറുണ്ടോ? ഭാര്യയും ഭർത്താവും കൂടിയിട്ട് അങ്ങോട്ട് ആ അസുരനെ കടന്നു വരുമ്പോഴാണ്, കണ്ണിൽ പൊടി വാരി എറിയുമ്പോഴാണ് കയ്യിൽ കിട്ടിയതെടുത്തിട്ട് ഒറ്റ ടി വി തന്നെ തല്ലി പൊളിച്ചു. കൊടുത്തൊരു ചവിട്ട് ഭാര്യയ്ക്ക്. പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഈ ഭർത്താവ് തന്നെ വേണമെന്ന് മാത്രം. കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ, അസുരൻ വീണ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എണീറ്റ് കൊണ്ടുപോയി. ഇങ്ങനെയുള്ള അസുരന്മാരെ മുഴുവൻ, നമ്മുടെ ഹൃദയത്തിലുള്ള ഈ തരത്തിലുള്ള അസുരന്മാരെ മുഴുവൻ നിഗ്രഹിക്കാൻ ഭഗവാനെ ആശ്രയിക്കാൻ നിവൃത്തിയുള്ളൂ. ഭഗവാനെ വാരിയെടുത്തോളൂ, എന്നാൽ ഈ അസുരന്മാരെ നിഗ്രഹിക്കാം എന്നർത്ഥം. അപ്പോഴാണ് ഭഗവാന്റെ വൈഭവം എന്താണെന്ന് നമുക്ക് ബോധ്യമായി തീരുക. ആ ആനന്ദ സ്വരൂപത്തെ അനുഭവിക്കാൻ കഴിയുക. ഈ കാണുന്ന ലോകം മുഴുവൻ ഭഗവാനിൽ നിന്നുണ്ടായതാണ്, ഭഗവാനിൽ തന്നെ നിലനിൽക്കുന്നു, ഭഗവാനിലേക്ക് ലയിക്കുന്നു എന്നുള്ള ഈ മായാപ്രപഞ്ചത്തെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതൊക്കെ ഭഗവാന്റെ വായിൽ ഇതാ ടി വി കാണുന്ന പോലെ തന്നെ കാണാം. എല്ലാം നിസ്സാരമാണ് എന്ന് ബോധ്യമായി തീരുന്നു. ഈ മായാപ്രപഞ്ചം തന്നെ നിസ്സാരമാണ് എന്ന് നമുക്ക് ബോധ്യമാക്കി തീർക്കും ഭഗവാൻ. നമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്ന രംഗം. പിന്നെയാണ് ഇതാ ഗർഗാചാര്യൻ വരുന്നു നാമകരണത്തിനായിക്കൊണ്ട്. അയം ഹിരോഹിണീ പുത്രോ രമയൻ സുഹൃതോ ഗുണൈ ആഖ്യാസിത രാമ ഇതി. പേരിടൽ കഴിഞ്ഞു. ഈ ഉണ്ണിക്ക് രാമൻ. രാമൻ എന്ന് പേരിടാനും കാരണം അത്രേ, കഴിഞ്ഞ അവതാരത്തിൽ രാമനായിട്ട് ഭഗവാൻ അവതരിച്ചപ്പോൾ അനന്തമൂർത്തിയാണ് ലക്ഷ്മണനായിട്ട് ഇങ്ങനെ കൂടെ സേവനത്തിൻ്റെ പ്രതീകമായിട്ട് ഊണും ഉറക്കവും ഒക്കെ വെടിഞ്ഞ് എത്രയോ കാലം ജ്യേഷ്ഠൻ്റെ കാര്യം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്ന പിന്നാലെ. അപ്പോൾ അങ്ങനെയുള്ള സംഘർഷണമൂർത്തിക്ക് ഒരു സ്ഥാനം കൊടുക്കണമെന്ന് ഭഗവാൻ തീരുമാനിച്ചു അത്രേ. ആ പണ്ടത്തെ തൻ്റെ പേര് തന്നെ ഇട്ട ഏട്ടനായിരുത്തി രാമൻ എന്ന് പേരിടണമെന്ന് ഭഗവാന്റെ സങ്കല്പം അനുസരിച്ച് പേരിട്ടു. എല്ലാവരും രമിപ്പിക്കുന്നത് കൊണ്ട് രാമൻ. പണ്ടത്തെ രാമൻ ഇപ്പോൾ വന്നിട്ട് പണ്ടത്തെ ലക്ഷ്മണന് രാമെന്ന് പേരിട്ടു എന്ന്. പിന്നെ ജഗദീശ്വരനായ ഭഗവാനെ വാരിയെടുത്തു. ഗർഗാചാര്യനാണ്, ഗർഗസംഹിതയിലാണ് ആ വാരിയെടുത്തപ്പോഴുള്ള അനുഭൂതി എന്താണെന്ന് പറയുക. വിസ്താര ഭയം കൊണ്ടായിരിക്കും. ശുകാചാര്യർ അതൊന്നും മിണ്ടിയില്ല. എടുത്തു കഴിയുമ്പോഴേക്കും സമാധിയിൽ ലയിച്ചു പോയി അദ്ദേഹം. നിർവികൽപ്പ സമാധിയിലേക്ക് പോയി. രൂപങ്ങൾക്കും നാമങ്ങൾക്കും അതീതനായിട്ടുള്ള ഈ ഉണ്ണിക്ക് എന്ത് പേരിടാനാണ്? പേരില്ലാത്ത ആൾക്ക് പേരിടാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ സമാധിയിൽ ലയിച്ചു പോയി. പക്ഷെ ഭഗവാൻ തീരുമാനിച്ചു, അങ്ങനെ സമാധിയിൽ ഇരിക്കാനല്ലോ, എത്രയോ ആൾക്കാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ഇവരെയൊക്കെ ഒന്ന് പിടിച്ച് കരകയറ്റണ്ടേ, അതിനായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം സമാധി എന്ന് ഉണരുക വേണ്ടത്. ഇദ്ദേഹത്തിന് താടിയും തലയൊക്കെ ഉണ്ട്, ജട പിടിച്ച് ജടയൊക്കെ ആക്കി ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല കൗതുകം തോന്നി. മടിയിൽ കിടന്നിട്ടേ ഒന്ന് കൈ ഉയർത്തി. അപ്പോൾ താടിയുടെ ഉള്ളിൽ പിടി കിട്ടി. ഒന്ന് മുറുക്കി പിടിച്ചു, ഒരു വലിയ താഴത്തേക്ക്. അദ്ദേഹത്തിന് ഓർമ്മ വന്നു എന്താ പേരിടേണ്ടതെന്ന്. കരിഷതീതി കൃഷ്ണൻ, പിടിച്ചു വലിക്കുന്നവൻ. കലൗ ജനിഷ്യമാണാനാം ദുഃഖശോകതമോനുദം. കലികാലത്ത് ജനിക്കാൻ പോകുന്നവരുടെ പോലും ദുഃഖശോകങ്ങളെ തമസ്സിനെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കാൻ പാകത്തിന് വേഷം കിട്ടി വന്നവൻ കൃഷ്ണൻ. പിന്നെ പറഞ്ഞു, പണ്ട് ഈ ഉണ്ണി വെളുത്ത നിറത്തിലായിരുന്നു. അങ്ങനെയല്ലേ? ആദ്യത്തെ യുഗത്തിൽ ധ്യാനമാണ് ഈശ്വര ഉപാസന സമ്പ്രദായം. അന്ന് ശുക്ലവർണ്ണത്തിലാണ് ഭഗവാൻ
ഉപാസനാമൂർത്തിയായിട്ട് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ യുഗമായപ്പോഴേക്കും യാഗമായി. അപ്പോൾ യാഗത്തിൽ അഗ്നിയെയാണ് ഉപാസിക്കേണ്ടത്. അഗ്നിക്ക് രക്തവർണ്ണമാണ്. അപ്പോൾ രക്തവർണ്ണത്തിൽ അഗ്നിയായിട്ട് ഉപാസിക്കാൻ പാകത്തിന് വന്നു. മൂന്നാമത്തെ യുഗമായി കഴിഞ്ഞപ്പോഴേക്കും വിഗ്രഹാരാധനയാണ് അന്നത്തെ പ്രധാനമായിട്ടുള്ള ഉപാസനാമാർഗം. അന്ന് മഞ്ഞയ്ക്കാണ് പ്രാധാന്യം. മഞ്ഞ നിറത്തിലാണ് അന്ന് ഭഗവാൻ ഉപാസിക്കാൻ പാകത്തിന് വന്നത്. ഇപ്പോൾ കലികാലത്തിലെ നാമസങ്കീർത്തനമാണ്. ലജ്ജ വിട്ട് നാമം ജപിക്കുക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ദേഹാഭിമാനം മറന്നങ്ങനെ നാമം ജപിക്കുമ്പോഴേ ഇതിനേക്കാളും വലിയൊരു ഉപാസന വേറെ ഇല്ല എന്ന കലികാലത്ത്. ഇന്നത്തെ ഉപാസനാമൂർത്തി ആരാണ്? ഇതാനീം കൃഷ്ണതാം ഗത. ഇപ്പോഴാണ് കൃഷ്ണനായത്. ഇന്നിതാ പേരിടലൊക്കെ കഴിഞ്ഞു. ഈ കൃഷ്ണൻ നാരായണ സമോ ഗുണൈ. ഗുണങ്ങളെ കൊണ്ട് നാരായണന് സമൻ തന്നെ. ഈ കൃഷ്ണനെ സ്നേഹിച്ചോളൂ, വേറെ ഒന്നും ആലോചിക്കണ്ട. അതാണല്ലോ കൃഷ്ണാവതാരത്തിൻ്റെ പ്രത്യേകത. ഇനിയിപ്പോൾ എങ്ങനെ വേണം ഇങ്ങനെ വേണോ ഒന്നും ആലോചിക്കേണ്ട. ഇതിൻ്റേതായിട്ടുള്ള താല്പര്യം എന്താണോ ഒന്നും ആലോചിക്കേണ്ട. കൃഷ്ണൻ്റെ കഥകളാണ് കേട്ടോളൂ. ഭഗവാൻ നമ്മളെ പിടിച്ചൊലിച്ചു കൊണ്ടുപോകുന്നതാണ്. ഈ ശ്രവണം മാത്രം മതി. ആചാര്യന്മാർ പറയുന്നു, പുരാണങ്ങളിൽ പറയുന്നു, എന്താ അത്? കൃഷ്ണകഥകളൊക്കെ കേട്ടാലുള്ള പ്രത്യേകത എന്താ? എന്തിനാ കൃഷ്ണകഥകൾ കേൾക്കുന്നത്? അതോ മനസ്സ് ഭഗവാനിക്ക് തിരിയാൻ. അപ്പോൾ മനസ്സ് ഭഗവാനിക്ക് ഒഴുകാനാണ് കൃഷ്ണകഥകൾ കേൾക്കുന്നത്. കൃഷ്ണകഥ കേട്ടാൽ തന്നെ പ്രവർത്തനം മാറിപ്പോകുന്നു. മനസ്സ് ഭഗവാനിലേക്ക് ഒഴുകാനാണ് കൃഷ്ണകഥ കേൾക്കുന്നത്. പക്ഷെ ഉണ്ടാവുക എന്താണ്? ഭഗവാൻ ഇങ്ങോട്ട് ഒഴുകി വരാൻ തുടങ്ങുന്നതാണ്. ഗംഗ അങ്ങനെ സമുദ്രത്തിലേക്ക് ഒഴുകുകയാണ്, കുത്തി ഒഴുകുകയാണ്. ചില സമയത്ത് സമുദ്രം ഇങ്ങോട്ടാണ് കയറി വരുത്തേ. അതുപോലെയാണ് നമ്മൾ കൃഷ്ണകഥകളിലൂടെ തന്നെ കടന്നുപോയി കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ ഇങ്ങോട്ടൊരു വേലിയേറ്റം പോലെ പ്രവഹിക്കുകയാണ്. അപ്പോഴാണ് ഭക്തന്മാർ ആനന്ദപരവശന്മാരായിട്ട് മാറുക. ആചാര്യന്മാരൊക്കെ പലരും ആനന്ദപരവശന്മാരായിട്ട് ഒന്നും പറയാൻ കഴിയാതെ പൊട്ടിക്കരയുന്നു. ചിലപ്പോ ദ്രവതേയസ്യ ചിത്തം. ഹൃദയം ആർദ്രമായിട്ട് ആനന്ദാശ്രുകൾ പൊഴിച്ചുകൊണ്ട് ഒരു വാക്ക് പോലും പറയാൻ കഴിയാതെ ചിലപ്പോൾ പൊട്ടിക്കരയുന്നു, പൊട്ടിച്ചിരിക്കുന്നു. പ്രഹ്ലാദിന്റെ കഥയൊക്കെ നമ്മൾ കേട്ടതല്ലേ? നമ്മളൊക്കെ ഭഗവാനെ ഒന്ന് ആശ്രയിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഭക്തന്മാരെങ്ങനെയാ? ഭഗവാൻ ഇങ്ങോട്ട് ഓടി വന്ന് അച്ഛൻ ഉണ്ണിയെ മാരിയെടുക്കുന്ന പോലെ ഭഗവാൻ ഓടി വന്ന് പ്രഹ്ലാദനെ കെട്ടിപ്പിടിച്ചിരിക്കുക അത്രേ. ആ പ്രഹ്ലാദൻ ചിരിക്കുന്നു. ഇടയ്ക്ക് ഉണ്ണി താഴ്ത്തിട്ട് പോയി. അച്ഛനെവിടെ എന്ന് അന്വേഷിച്ചുകൊണ്ട് ചെറിയ ഉണ്ണികളൊക്കെ തന്നെ കരയുന്ന പോലെ പ്രഹ്ലാദൻ കരയാറുണ്ട്. ഭഗവാനെ ഇടയ്ക്ക് ആ ഭഗവാന്റെ സാമീപ്യം അനുഭവപ്പെടാതെ വരുമ്പോൾ പൊട്ടിക്കരയുന്നു. ഇതാണ് ഭഗവത് കഥാശ്രവണം കൊണ്ട് തന്നെ, ഈ ദിവ്യമായ കൃഷ്ണകഥാശ്രവണം കൊണ്ട് തന്നെ ദിവ്യമായ അനുഭൂതി ഭക്തന്മാർക്ക് ഉണ്ടാവുന്നു. ഇതിനേക്കാളും വലിയൊരു മാധുര്യം വേറെ ഉണ്ടോ? ഇതിനേക്കാളും വലിയൊരു കാരുണ്യം ഉണ്ടോ? ഇത് തന്നെയല്ലേ. ഇങ്ങനെയുള്ള അനുഭൂതിയിൽ നമ്മളെ മുക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിച്ചത്. ഈ കൃഷ്ണാവതാരം ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് പിന്നെ എന്ത് പറയാനുണ്ട്, എന്ത് കേൾക്കാനുണ്ട്, എന്ത് രൂപമാണ് ഇത്ര മധുരമായിട്ട് ധ്യാനിക്കാൻ പാകത്തിനുള്ളത്? താഴത്തേക്ക് ആ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. പിന്നീട് തുടങ്ങുകയാണ് അമ്മമാരുടെ ഇടയിൽ വികൃതികള്. എന്തും അവിടെ ഒന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ തന്നെ അത് വിഷയായി. കിടത്തി കഴിഞ്ഞാൽ നീന്തി കഴിഞ്ഞാൽ വിഷയായി, മുട്ടൂത്തി കഴിഞ്ഞാൽ വിഷയായി. കിലുകിലെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ മുട്ടൂത്തി എഴയുന്നു. എന്നിട്ട് നോക്കുകയാണ്, ഒരു കള്ളം പിടിക്കാവുന്നു തന്നെ. അമ്മമാരെടുത്തുകൊണ്ട് പോയി. എന്നിട്ട് ചുറ്റും നോക്കി ഒരു കള്ളം പിടിക്കാൻ വന്നു. പ്രാകൃത ശിശുക്കളെ പോലെ ഭഗവാൻ ഇങ്ങനെ അഭിനയിക്കുന്നു. അപ്പോൾ രോഹിണി അമ്മ തട്ടി കാണിച്ചു കൊടുത്തു. കിലുകില് ശബ്ദം കേടിച്ചു. ഇവിടുന്ന് ശബ്ദം കേട്ടതല്ല, എനിക്ക് മനസ്സിലായില്ല. എന്താണ് ആ തള്ളകളൊക്കെ പറയാനുള്ളത്? എന്നെ പോലെ കിളിങ്ങാൻ കഴിയണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, ഈ ഉണ്ണികൃഷ്ണന്റെ തൃപ്പാദങ്ങളെ മുറുകി പിടിച്ചോളൂ. മഞ്ജീരം മഞ്ജുനാഥൈ പദഭജനം ശ്രേയ. ശ്രേയസ് വേണമെങ്കിൽ ആ സ്വാധീയസിയായിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള ഈ വഴിയിലൂടെ വന്നോളൂ. എന്നാൽ ശ്രേയസ്സിലേക്ക് പോകാം എന്ന് പറയുന്ന പോലെയാണ് കിലുകില് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആ തളകള്. അമ്മയുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ചാണകത്തിലും ചളിയിലൊക്കെ പോയിട്ട് വീഴുന്നതാണ്. എന്നിട്ട് കൈ നീട്ടും. അമ്മമാർക്ക് എടുക്കാൻ ഒരു വിഷമമില്ല, വാരി എടുക്കുന്നു. പിന്നെ കത്തിയോടെ വെച്ചാൽ അപ്പോ കത്തിയെടുത്തു രാമൻ. കൃഷ്ണൻ കത്തിയുടെ മൂർച്ചയുള്ള ഭാഗത്ത് പിടിവലി തട്ടിമാറ്റി
ഭാഗ്യം കൈ മുറിഞ്ഞിട്ടില്ല. കടക്കൊള്ളി എടുത്തു, കണലമ്മ പിടിച്ചു. അമ്മയ്ക്കിപ്പോൾ സംശയമായി, എന്തായി ഉണ്ണിയുടെ കൈ മുറിയാത്തത്, കൈ പൊള്ളാത്തത്? അമ്മയ്ക്ക് ഒരു പ്രാക്ടിക്കൽ ക്ലാസ് കൊടുത്തതാണ്. അർജുനന് പറഞ്ഞാൽ മനസ്സിലാവും. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി ഭാവക. ഞാൻ ആത്മസ്വരൂപനാണ്, ആത്മാവിനെ മുറിക്കാൻ ഒരു ആയുധം കൊണ്ടും കഴിയില്ല, പിന്നെ ദഹിപ്പിക്കാൻ ഒരു അഗ്നിക്കും കഴിയില്ല. ഇതിനെല്ലാം അപ്പുറത്ത് എല്ലാത്തിനെയും സാക്ഷിയായിരിക്കുന്ന ആത്മസ്വരൂപനാണ് ഞാൻ. പഞ്ചഭൂതാത്മകമായിട്ടുള്ളൊരു ദേഹം എന്നല്ലാതെ അതിനപ്പുറത്ത് ആനന്ദസ്വരൂപം തന്നെയാണത്. ആനന്ദസ്വരൂപനാണ് ഞാൻ എന്ന് അമ്മയ്ക്കിന് കാണിച്ചു കൊടുക്കുന്ന പോലെയാണ് ലീലകൾ. അമ്മ എന്താണ്, പശുക്കളുടെ കൊമ്പിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് കുത്തിയിട്ട് ഒന്നും പറ്റിയില്ല ഉണ്ണിക്ക്, അങ്ങനെയൊന്നും കുത്തി നശിക്കുന്ന ആളൊന്നല്ലത് എന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നു. ചിലപ്പോൾ ഇറയത്ത് പോയിട്ട് വികൃതികൾ കാണിക്കുന്നു. ഇമ്മട്ടു കാലാട്ടരുതോമനെ നിന്നമ്മാമനായുസ് കുറഞ്ഞു പോകും. കൃഷ്ണ അങ്ങനെ കാലാട്ടരുത്, കാലാട്ട് അമ്മാവന് ആയുസ് കുറയും എന്നമ്മ തന്നോട് പറഞ്ഞ നേരം എന്തോ തിരിച്ചൊന്നു ചിരിച്ചു കണ്ണൻ. അമ്മാവനെ കുറച്ച് ആയുസ് കുറയട്ടെ, നല്ല കഴുത്ത് പിടിച്ച് ചിരിച്ചു കൊല്ലാൻ പറ്റുള്ളൂ. പിന്നെ ദാ മുട്ടൂത്തി നീങ്ങലും പശുക്കളുടെ വാലും പിടിച്ചുകൊണ്ട് നടക്കാൻ പഠിക്കലും. എന്താ പശുക്കുട്ടികളുടെ ഭാഗ്യം! പക്ഷികളും മൃഗങ്ങളും ഒക്കെ എല്ലാം മറന്നുകൊണ്ട് ആനന്ദസ്വരൂപനായ ഭഗവാൻ എങ്ങനെ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഏറ്റവും സ്നേഹം ആരോടാ? നമ്മളോട് തന്നെ. ആ ആത്മാവായിരിക്കുന്ന ആൾ തന്നെയാണ്, ആ ആത്മസ്വരൂപം തന്നെയാണ് ഇപ്പോൾ ഒരു വേഷം കിട്ടി വന്നിരിക്കുന്നത്. എങ്ങനെ എല്ലാവർക്കും ആകർഷണം ഇല്ലാതിരിക്കും? പിന്നെ അങ്ങോട്ട് തുടങ്ങി അമ്മമാർക്കൊരു ജോലി എടുക്കാൻ പറ്റാതെയായി. അവസാനം ഇവിടെ പണിക്കൊരാളെ വേണം, അടുക്കള പണിക്കൊക്കെ. കാരണം എത്രയോ ഗ്രാമമുഖ്യന്മാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നു, അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ, ആൾ വേണമെന്നൊക്കെ. അങ്ങനെയാണ് 32 അമ്മമാർ വന്നു. 32 ആൾ വന്നാൽ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്ത് നിർത്തുക, ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞേക്കാണ് വേണ്ടത്. ഈ അമ്മമാർക്ക് ഈ യശോദമ്മയ്ക്കാണെങ്കിൽ യശോദ, ഭഗവാന്റെ യശസ് മുഴുവൻ ലോകത്തെ മുഴുവൻ പരത്തുന്നവളാണ് യശോദ. അതുമാത്രമല്ല, തനിക്ക് സ്വന്തമായിട്ട് ഒന്നും വേണ്ട, എന്ത് ഉണ്ടെങ്കിലും അതിൻ്റെ നന്മ മുഴുവൻ ബാക്കിയുള്ളവർക്ക് കൊടുക്കും. അങ്ങനെ ബാക്കിയുള്ളവരെ അംഗീകരിച്ചുകൊണ്ട് ആരുടെയും ദുഃഖം കാണാൻ കഴിയാത്ത, എല്ലാവരെയും ആനന്ദിപ്പിക്കുന്ന അമ്മയ്ക്കാണ് യശോദമ്മ എന്ന് പേര്. അങ്ങനെയൊക്കെ നമ്മളും എത്തിക്കഴിഞ്ഞാൽ നമുക്കും കിട്ടും സ്വന്തമായിട്ട് കൃഷ്ണനെ ഉണ്ണിയായിട്ട്, ഒരു സംശയമില്ല. ഒരു തരത്തിലുള്ള ഭേദബുദ്ധി ഇല്ലാതെ സമഭാവന നമുക്കുണ്ടാവുന്നുവെങ്കിൽ, എല്ലായിടത്തും ഭഗവാനെ ദർശിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മനഃശുദ്ധി നമുക്കുണ്ടാവുകയാണെങ്കിൽ ഉണ്ണികൃഷ്ണനെ വാരിയെടുക്കാം, യശോദമ്മ വാരിയെടുത്ത പോലെ. ഈ പരമാനന്ദം നമുക്കും കിട്ടും. ആ പരമാനന്ദത്തിന് വേണ്ടത് ത്യാഗമാണ്, അല്ലെങ്കിൽ പ്രേമമാണ്. പ്രേമം എന്ന് പറഞ്ഞാൽ ശരീരം കാണാതെയുള്ള ദിവ്യമായ സ്നേഹത്തിനാണ് പ്രേമം എന്ന് പറയാം. പ്രേമത്തിന് വേണ്ടത് ത്യാഗമാണ്. അപ്പോൾ സ്വാർത്ഥത വെടിഞ്ഞ് ത്യാഗമയമായ ജീവിതം നയിക്കുകയാണെങ്കിൽ നമുക്കും പ്രേമത്തിലൂടെ ഈ ദിവ്യമായ ആനന്ദം നേടിയെടുക്കാം എന്നൊക്കെ കാണിച്ചുകൊണ്ടാണ്. പിന്നെ ഓരോരോ 32 അമ്മമാരാണ് പിറ്റേ ദിവസം പണിക്ക് വരുന്നത്. 32 ഒരു കുട്ടിയെ കൊണ്ട് എന്താ വേണ്ടത്, അല്ലെങ്കിൽ 2 കുട്ടികളെ കൊണ്ട് എന്താ വേണ്ടത് വെച്ചാൽ നിൽക്കുകയാണ്. അപ്പോഴാണ് 32 അമ്മമാരും ഒക്കത്തോരോ കുട്ടികളുണ്ട്. ഒപ്പത്തിയിലുള്ള കൂട്ടുകാരൊരു 32 പേരുണ്ട്. പിന്നെ അവരുമായിട്ടാണ് ഭഗവാന്റെ ലീലകൾ. ഓരോരോ ഗൃഹങ്ങളിൽ ചെല്ലുന്നു, അവർ കൊടുക്കുന്ന നിവേദിക സ്വീകരിക്കുന്നു. പിന്നെ ഈ കൊടുക്കുന്നത് വാങ്ങാൻ വലിയ രസമൊന്നുമില്ല. നമ്മളൊക്കെ അങ്ങനെയല്ലേ, സത്രത്തിനോ അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഭഗവാന്റെ മുമ്പിലെത്തിയാണ് പേഴ്സ് തുടക്കും. കേട്ടോ 1000 മാറ്റി വയ്ക്കും, 500 മാറ്റി വെച്ചു. നമ്മളുടെ പോലെ തന്നെയാണെങ്കിൽ നമ്മൾ എന്താ വിചാരിക്കുക, 100 കിട്ടും എന്ന് വിചാരിക്കുക നമുക്ക്. അതുമില്ല, 50 മാറ്റി, 20 മാറ്റി, 10 മാറ്റി. അത് കഴിഞ്ഞാൽ 50ൻ്റെ പൈസക്ക് എടുക്കാത്ത പൈസയ്ക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നഖം മുതൽ മുടിയുടെ അറ്റം വരെ അങ്ങനെ ഒഴിഞ്ഞ് കുറേ കാർക്കിച്ച് തുപ്പി ഒറ്റ ഏറാണ്. ആ ഏറ് കിട്ടുമ്പോൾ അപ്പം ഭഗവാൻ തീരുമാനിക്കും എന്താ വേണ്ടത്. പുറത്തേക്കണ്ട് ഇറങ്ങുമ്പോഴേക്കും ഒറ്റ വീഴ്ച, പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, ബാക്കി അവിടുന്ന് വാങ്ങിക്കൊള്ളുന്നതാണ്. ഏതെങ്കിലും വഴിക്ക് ഈ പണം അവിടെ എത്താതിരിക്കില്ല. പണത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഏകദേശം അതുപോലെയൊക്കെ തന്നെ നമ്മുടെ കഥയും ഈ ഗോപിമാൻ്റെ കഥയൊന്നും ഇതുപോലെയൊന്നും പറയാൻ പാടില്ല, എന്നാലൊരു ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഓരോരോ ഗൃഹത്തിൽ ചെന്ന് ഭഗവാനായിട്ട് തുടങ്ങിയാണ് മോഷണവും വികൃതികളും. അവസാനം തോറ്റു നിന്റെ ഉണ്ണിയെ കൊണ്ട്. വത്സാൻ മുഞ്ചൻ കുജിത് അസമയേ ക്രോശ സഞ്ജാതഹാസ
ഈ അസമയത്ത് ഒന്ന് പശുക്കുട്ടിയെ അഴിച്ചു വിടുക. കറക്കാൻ നോക്കുമ്പോൾ ഒരു തുള്ളി പാല് കിട്ടാനില്ല. അവിടെ വന്നിട്ട് ഇങ്ങനെ വേണം, അങ്ങനെ വേണം, അങ്ങനെ വേണം, നിന്റെ കുട്ടികളുടെ പാലേ, അല്ലെങ്കിൽ നിന്റെ പാലേ നിന്റെ കുട്ടികൾക്കല്ലേ കൊടുക്കാറ്, അതുപോലെ പശുവിൻ്റെ പാല് അതിൻ്റെ കുട്ടികളെ കൊണ്ട് കുടിപ്പിച്ചാൽ മതി. എന്നൊക്കെ ആംഗ്യം കാണിക്കുക. ഇരുട്ടുള്ള മുറിയിൽ കൊണ്ടുവച്ചാലും കാര്യമില്ല, മുകളിൽ എവിടെ കെട്ടി വെച്ചാലും കാര്യമില്ല. പീഠം കൊണ്ടുവന്ന് അതും എൻ്റെ മുകളിൽ കയറിയിരുന്ന് പാലേ വരൂ, പാലേ വരൂ, പാല് വരുമോ? എൻ്റെ കയ്യിൽ വടിയുണ്ട്, വടി എടുത്തിട്ടാ പിന്നെയാണ് ഒരു അടി കൊടുക്കുമ്പോൾ കൃഷ്ണനെ പോലെ തന്നെയാണല്ലേ, അടി കിട്ടിയാലേ വരുള്ളൂ അല്ലേ. പാല് വരുന്നു, കലം തല്ലി പൊളിക്കുന്നു. പിന്നെ അതും പറ്റിയില്ലെങ്കിൽ ഗോപന്മാരെ കൊണ്ടുവന്നിരുത്തി അതിൻ്റെ മുകളിൽ ആദ്യം ആനകളായിട്ട് നിർത്തി, ആനപ്പുറത്ത് പാപ്പാന്മാരായിരുന്ന അവരുടെ പുറത്ത് കയറിയിട്ടൊക്കെ കൃഷ്ണൻ മോഷ്ടിക്കുക. ഇങ്ങനെയൊക്കെ വികൃതിയോ? എങ്ങനെ ഓരോ ഗോപിമാർക്കും പറയാനുണ്ട് ഓരോരോ ആക്ഷേപങ്ങൾ. ഇങ്ങനെ ആക്ഷേപം പറയുന്ന സമയത്തേ അമ്മയുടെ പുറത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരുന്ന് പുറത്തിങ്ങനെ ആടിക്കൊണ്ട് ഇടയ്ക്ക് അമ്മയുടെ കവിളത്തൊരു ഉമ്മ വെച്ച് കൊടുത്തുകൊണ്ട് ഈ ഗോപിമാരെ നോക്കുന്ന ഓരോരുത്തരെയും പിന്നിൽ നിന്നുകൊണ്ട് കാണിച്ചു തരാം. നിനക്ക് ഇവിടെ വന്നിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട് എൻ്റെ കുറ്റം പറയണല്ലേ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ണുകൊണ്ട് അങ്ങിയും കാണിക്കും. അമ്മ തിരിച്ചു നോക്കുമ്പോഴേക്കും കുറേശ്ശെ അറിയാൻ തുടങ്ങുന്നതാണ്. ഇങ്ങനെ ഭാവങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആര്? ജഗദീശ്വരനായ ഭഗവാൻ. എന്നാൽ ഒരു തവണ അമ്മ നോക്കിയപ്പോഴേ ജഗത്തിൻ്റെ സംവിധായകനായിട്ടുള്ള ഭഗവാന് തൻ്റെ അഭിനയം മാറ്റാൻ പറ്റിയില്ല. ഗോപിമാരുടെ നേരെ നോക്കിയിട്ട് പല്ല് കടിച്ച് കണ്ണുരുട്ടിങ്ങനെ നിൽക്കുകയാണ്. അമ്മയ്ക്ക് അപ്പോഴും സ്നേഹം ഉണ്ടായുള്ളൂ. വാരിയെടുത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പകരം തരാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. എന്താ ഇവിടെ ഈ ഗോപിമാരൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു കളരെ പിടിച്ചു കഴിഞ്ഞാൽ സംഭവം എങ്ങനെയാണോ ഉണ്ടാവുക? ഇതിപ്പോൾ എല്ലാവർക്കും ഒരു ദിവസം എൻ്റെ ഗൃഹത്തിൽ കൃഷ്ണൻ വന്നില്ലെങ്കിൽ ആധിയാണ്. ഓരോ ഗോപിമാരും വന്ന് ആവലാതി പറയാനുള്ള കാരണം എന്താണ്? നാളെ എൻ്റെ ഗൃഹത്തിലേക്ക് തന്നെ വരണം കേട്ടോ, ഇത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ഹൃദയത്തെയാണ് ഭഗവാൻ മോഷ്ടിച്ചത്, വെറും വെണ്ണയും പാലും അല്ല. മനസ്സാകുന്ന വെണ്ണയാണ് മോഷ്ടിച്ചത്. ഹൃദയം അഭിമുഷിത്വ, ഹൃദയത്തെയാണ് മോഷ്ടിച്ചത്. എന്നിട്ട് പരമാനന്ദത്തിൽ അവരെ മുക്കി. ഒരു നിമിഷം പോലും ഭഗവാനെ മറക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചു. അവരുടെ മനസ്സ് ഇതുവരെ എന്തിലായിരുന്നു? എൻ്റെ വീട്, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വീട്, എൻ്റെ ധനം. അവർക്കിപ്പോൾ ധനം എന്ന് പറഞ്ഞാൽ പശുക്കള്. അയ്യോ ഇന്ന് പാല് കൊടുത്തിട്ടില്ല, അയ്യോ പാല് കറക്കണം, അയ്യോ കാച്ചിട്ടില്ല, തൈര് കടഞ്ഞിട്ടില്ല, വെണ്ണ, ഇതൊക്കെ തന്നെ വിചാരമുള്ളവർക്ക്. നമുക്കാണെങ്കിൽ ഇന്ന് ഇതുപോലെ തന്നെ. അയ്യോ ജോലിക്ക് പോകണ്ടേ, സപ്താഹത്തിന് ഇരുന്ന് കഴിഞ്ഞാൽ, ഈ സത്രത്തിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ ജോലിക്ക് പോകാൻ പറ്റുമോ? അവിടെ ആരുമില്ല വീട്ടിലേ. ഒരമ്മ വന്ന് ചോദിച്ചു ഒരു സപ്താഹത്തിന് പോയപ്പോൾ, എന്താ? അതേ ഞാനിപ്പോൾ ശബരിമലയ്ക്ക് പോകാൻ മാലിട്ടിരിക്കുകയാണ്. ആയിക്കോട്ടെ, അപ്പോൾ ഞാൻ ശബരിമലയ്ക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിൽ ആരാ വിളക്ക് കൊളുത്തുക? ആരുമില്ല വീട്ടിൽ. ഈ അമ്മയ്ക്ക് കൂടി വന്നൊരു 55 വയസ്സായിട്ടുണ്ടാവും. അതിനു മുമ്പ് ആരാ വിളക്ക് കൊളുത്തിയേ? ഇത്ര കാലം ഇല്ലയെന്ന് ഉറപ്പല്ലേ? ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെയും വിളക്ക് കൊളുത്തു, ഇവരെന്നെ കൊളുത്തോ? അപ്പം ഞാനാണ് എല്ലാ കാലത്തും ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതല്ലേ നമ്മുടെയും വിചാരം? ഈ ഗൃഹത്തിലുള്ള ഇതിലൊക്കെ, ഈ വസ്തുക്കളിലൊക്കെ എൻ്റെ ഞാൻ എന്നുള്ള ഈ ഭാവത്തെ ഭഗവാൻ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ വലിച്ചെടുത്തു. ഈ കൃഷ്ണകഥകൾ പറയുന്നതായിട്ടുള്ള ഭാഗത്തിൻ്റെ ലക്ഷണം എന്താണ്? നിരോധമാണ്. യോഗ ചിത്തവൃത്തി നിരോധ. ചിത്തവൃത്തികളെ നിരോധിക്കുന്നു ഭഗവാൻ മധുരമായ കഥകളിലൂടെ. ഈ കഥകളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ യോഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ തന്നെ കഥകൾ പറയുന്നത്. ആ ഭാഗവത്തിൽ വരുന്ന കഥകളുടെ അതേ ശ്ലോകങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മളിന്ന് കടന്നുപോയത്. ഇതിനെ യോഗ എന്ന് പറയുന്നു, നിരോധം എന്ന് പറയുന്നു. ലൗകിക വൈദിക കർമ്മങ്ങളുടെ ന്യാസമാണ് നിരോധം. വൈദിക കർമ്മങ്ങളെയും ലൗകിക കർമ്മങ്ങളെയും ത്യജിക്കലാണ് നിരോധം. നമ്മൾ പകുതി ഉപേക്ഷിച്ചിട്ടുണ്ട്. എന്ത്? വൈദികങ്ങളൊക്കെ, വൈദിക കർമ്മങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു. എന്നിട്ടോ കൃത്യമായിട്ട് ചായ കുടിക്കലൊക്കെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഈ സാധാരണ സപ്താഹങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴാണ് കുറച്ച് ആൾക്കാർ കൂടുതലുണ്ടാവുക. അപ്പോൾ അങ്ങനെ അറിയാതെ ഞങ്ങളിങ്ങനെ പ്രഭാഷണം നടത്തി പോവും. അപ്പോഴേക്കും കമ്മിറ്റിക്കാർ സ്ലിപ്പ് തരും, ഊണിക്കണ സമയമായി, മറക്കരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ കമ്മിറ്റിക്കാരെ സന്തോഷിപ്പിക്കുന്ന ഒറ്റ വഴിയുള്ളൂ, കൃത്യസമയത്ത് നിർത്തുക. ഊണ് കഴിക്കാതെ അപ്പം നിർത്തുക. പിന്നെ അവരെല്ലാ കൊല്ലവും നമ്മളെന്നെ വിളിക്കും, അല്ലെങ്കിൽ വിളിക്കില്ല. അപ്പോൾ ഊണിനും ചായക്കും കൃത്യസമയത്ത് നിർത്തി കഴിഞ്ഞാൽ കമ്മിറ്റിക്കാരുടെയൊക്കെ കയ്യടി വാങ്ങാം. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് അത് ഉപേക്ഷിക്കാൻ പറ്റാറില്ല. കൃത്യമായിട്ടുള്ള ചായ കുടിക്കാൻ നമ്മൾ മറന്നുവെങ്കിൽ
ഊണ് കഴിക്കാൻ മറന്നുവെങ്കിൽ പിന്നെ സന്ധ്യാവന്തനം വേണമെന്നില്ല, നിർബന്ധമില്ല എന്നാണ്. ഇതിപ്പോൾ അത് മറക്കും, സന്ധ്യാവന്തനം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ചായ കുടിക്കുക കൃത്യമായിട്ട്. മിക്കവാറും ആൾക്കാർ സന്ധ്യാവന്തനമായിട്ട് അതൊക്കെ കൃത്യമായിട്ട് എന്താണ് എന്തെങ്കിലും കുടിച്ചുകൊണ്ടാണ് സന്ധ്യാവന്തനം എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് കൃത്യമായിട്ട് വേണം. ഇതങ്ങനെയല്ലാതെ സ്വാഭാവികമായിട്ട് ഈ ഭാഗവതത്തിലൂടെ കടന്നു പോകുകയാണെങ്കിൽ, ഈ ഭഗവാനെ ഉപാസിക്കുകയാണെങ്കിൽ, ഈ കഥാശ്രവണത്തിലൂടെ മനസ്സിൽ ഭഗവാൻ കടന്നു വരും. പിന്നെ ഓരോ പ്രവൃത്തികളിലും നമ്മുടെ ജീവിതത്തിലും ഈ ഭഗവാന്റെ സ്വാധീനം ഉണ്ടാവും. ഭഗവാനെ നമുക്ക് മറക്കാതിരിക്കാൻ കഴിയും. എപ്പോഴും ഭഗവാനെ ഓർമ്മ വരുന്നു. അങ്ങനെ ജീവിതം ഏറ്റവും ധന്യമായിത്തീരും. ലൗകിക വൈദിക കർമ്മങ്ങളൊക്കെ നമ്മളെ വിട്ടുപോകുന്നു. ലൗകിക കർമ്മങ്ങൾ നമ്മൾ ഉപേക്ഷിക്കണം, വൈദിക കർമ്മങ്ങൾ നമ്മളെ വിട്ടുപോകണം. ഇത് സാധിക്കുന്നു എന്നാണ്. യശോദമ്മയുടെ അടുത്തും ചിലപ്പോൾ ഭഗവാൻ വികൃതി കാണിക്കാറുണ്ട് കേട്ടോ. കുട്ടികളുടെ അടുത്ത് വികൃതി കാണിക്കും. എന്താണ്, ഒരു ദിവസം എന്തോ വികൃതി കാണിച്ചപ്പോൾ കുട്ടികളെ കൂടിയിട്ട് അമ്മേ യശോദമ്മയെ കണ്ണാൻ മണ്ണ് തന്നു. യശോദമ്മയ്ക്കാണ്ട് പരിഭ്രമായി, മണ്ണ് തന്നോ നോക്കട്ടെ, രണ്ടു കൈയും കുട്ടി പിടിച്ച്. അപ്പോഴേക്കും അറിയാൻ തുടങ്ങി, നാഹം ഭക്ഷിതവാനംബ സർവേ മിഥ്യാഭിശംസിന. എല്ലാവരും നുണ പറയാം അമ്മേ, അമ്മയ്ക്ക് എന്നെ സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ, എൻ്റെ വാക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് വായ തുറന്ന് കാണിച്ചു. മണ്ണായ മണ്ണ് മുഴുവൻ കണ്ടു, അവിടെ സകല ജ്യോതിർഗോളങ്ങളും കണ്ടു എന്ന്. യശോദമ്മയോട് പരിഭ്രമിച്ചു പോയി. ഇത് സത്യമാണോ ദൈവമായാണോ എന്നൊക്കെ വിചാരിക്കുമ്പോഴേക്കും അമ്മേന്ന് പറഞ്ഞുകൊണ്ട് പുത്രസ്നേഹമയ്യായ മായ പ്രയോഗിച്ചുകൊണ്ട് അമ്മയുടെ മാർത്തയ്ക്കാണ് ഓടിക്കയറുകയാണ്. യശോദമ്മ എല്ലാം മറന്നു. ഇപ്പം ആനന്ദം മാത്രമേ ഉള്ളൂ. മറ്റത് ഏതാണോ ഇതെന്താന്നൊക്കെ ചിന്തകൾ വരുന്നു, ജിജ്ഞാസ വരുന്നു, അതൊക്കെ പോയി. ഇപ്പം ആനന്ദം മാത്രം. ഈ അന്വേഷണങ്ങളൊക്കെ എവിടെ എത്തിയാലും അവസാനിക്കുക? ഭഗവാന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ജിജ്ഞാസയൊന്നുമില്ല, കഴിഞ്ഞു. ജിജ്ഞാസ ഉണ്ടാവണം ഭഗവാനെ കിട്ടാൻ. കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ ഒന്നുമില്ല, പിന്നെ ആനന്ദം മാത്രമായി. ഇപ്പം യശോദമ്മയ്ക്ക് ഏകദേശം അതുപോലെയാണ്. വാരി എടുത്തു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഒന്നുമില്ല, പരമാനന്ദം മാത്രം. എങ്ങനെ കിട്ടി യശോദമ്മയ്ക്കിന് കണ്ണനെ സ്വന്തമായിട്ട്? എത്രയോ ജന്മങ്ങളിലെ വ്രതം തന്നെയാണ് ഇതിന് കാരണമായത് എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. ചിലപ്പോൾ നേരത്തെ ഏകദാ ഗൃഹദാസീഷു യശോദാനന്ദഗേഹിനി കർമാന്തരനിയുക്താസു നിർമ്മമന്ധസ്വയം ദധി. ബാക്കിയുള്ള ദാസിമാരൊക്കെ ഓരോ ഗൃഹകൃത്യങ്ങളിൽ ഏർപ്പെട്ട സമയത്ത് അമ്മ നേരത്തെ എണീറ്റ് തൈര് കടഞ്ഞുകൊണ്ടിരിക്കുന്നു. യശോദമ്മ ഓരോരോ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ ഓരോ കീർത്തനങ്ങളും പാടിക്കൊണ്ടാണ് തൈര് കടഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ണൻ ഓടി വന്ന് അമ്മയുടെ മാർത്തയ്ക്ക് ഇതാ കടകോലൊക്കെ പിടിച്ചു നിർത്തി കണ്ണനെ വാരിയെടുത്ത് മാർത്ത ചേർത്ത് വെച്ചുകൊണ്ട് നിവേദ്യം കൊടുത്തുകൊണ്ട് യശോദമ്മ ഗൃഹകൃത്യങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, തൈര് കളിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നമുക്കും പരമാനന്ദം അനുഭവിക്കാം. ഭഗവാനെ ഹൃദയത്തിൽ വാരിയെടുത്തുകൊണ്ട് ജീവിതം ധന്യമാക്കി തീർക്കാം. പക്ഷെ പലപ്പോഴും അത് വിട്ടുപോകാറുണ്ട്. അപ്പോഴേക്കും പാല് പോയ ശബ്ദം കേട്ടു, ഓടി ഇവിടുന്ന്. ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഗൃഹകൃത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും വിഷയങ്ങളിലേക്ക് മനസ്സോടിപ്പോവും. അപ്പോൾ ഭഗവാൻ നമുക്ക് ഇഷ്ടമുള്ള പദാർത്ഥങ്ങളെ തട്ടി ഉടയ്ക്കും. യശോദമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം എന്താ? ഇപ്പോൾ തൈരിൻ്റെ കാര്യം, അതാണ് തല്ലി പൊളിച്ചു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഭഗവാനെ മറന്ന് വിശേഷബുദ്ധിയിൽ ജന്മം കിട്ടിയിട്ട് വിഷയങ്ങളിൽ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെയാണ് തല്ലി ഉടയ്ക്കും. അത്ര വേണോ? അല്ലാതെ തന്നെ ഈ മാധുര്യം നുകരാൻ വല്ല വിഷമമുണ്ടോ? തല്ലി ഉടച്ചു. അപ്പോഴേക്കും ഇവന് വെറുതെ വിട്ടാൻ പറ്റില്ല. യശോദമ്മ വന്ന് നോക്കുമ്പോഴേക്കും ഉലൂഹലാഘ്രേ ഉപരിവ്യവസ്ഥിതം, ഒരലിൻ്റെ മുകളിൽ. പിന്നെ എൻ്റെ ഓട്ടായി. കാരണം അമ്മയെ കാണുമ്പോഴേക്കും ഓട്ടം, പിന്നാലെ അമ്മ. അമ്മയ്ക്കാണ് നടക്കാൻ തന്നെ വയ്യ. ക്ഷൗമം വാസ പൃഥുകടിതടേ ബിഭ്രതി സൂത്രനദ്ധം പുത്രസ്നേഹസ്നുതകുചയുഗം ജാതകമ്പം ച സുഭ്രൂ. അവസാനം അമ്മയെ കുറേശ്ശെ അറിയാൻ തുടങ്ങിയതാണ്. അമ്മ പോലും പിടികൊടുത്തു. കൃപയാസീൽ, ആ കൃപ ചുരിഞ്ഞപ്പോൾ പിടികിട്ടി. ഇപ്പൊ കണ്ണൻ കരയാൻ തുടങ്ങിയതാണ്, അമ്മയല്ല കണ്ണൻ കരയാൻ തുടങ്ങി. യശോദമ്മ വിചാരിച്ചു പേടിച്ചിട്ടാണെന്ന്. അതല്ല, അമ്മയെ കുറച്ച് താൻ വട്ടം തിരിച്ചു എന്നാണ് ഇപ്പോൾ സങ്കടം. കെട്ടിയിടാൻ നിന്നെ വെറുതെ വിട്ടാൻ പറ്റില്ല, കെട്ടിയിടാൻ നോക്കി. ആ അനാദിയായ അനന്തനായ ഭഗവാനെ കെട്ടാൻ, ഒരു വസ്തുവിനെ കെട്ടണമെങ്കിൽ അതിന് ആദ്യം ഉണ്ടാവണം, അന്തം ഉണ്ടാവണം. ഇത് അനാദിയായ അനന്തനെയാണ് കെട്ടിയിടാൻ നോക്കുന്നത്. എങ്ങനെ പറ്റും? അഹന്തയും മമതയൊക്കെ പോയാലാണ് ഭഗവാൻ സ്വന്തമായി കിട്ടുള്ളൂ എന്ന്. അത് മുഴുവനായിട്ട് അമ്മയ്ക്ക് പോയില്ല എന്ന് തോന്നല്. മുഴുവൻ പോയിട്ടില്ല, അതന്നെ കെട്ടിടാൻ പറ്റിയില്ല. എനിക്കെൻ്റെ ഉണ്ണിയെ കെട്ടിടാൻ പറ്റുന്നില്ലേ എന്ന് തോന്നുമ്പോഴേക്കും കൃപയാസീൽ സുബന്ധനേ ദൃഷ്ട്വാ പരിശ്രമം കൃഷ്ണ കൃപയാസീൽ സ്വബന്ധനേ. ഭഗവാനെ നമുക്ക് സ്വന്തമായി കിട്ടണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. അത് ഈ വരിയിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു.
ഭക്തന്മാരെ അല്ലെങ്കിൽ ഭാഗവതമൊക്കെ വായിക്കുന്നവരെ കോരിത്തരിപ്പിക്കുന്ന ഒരു വരിയാണിത്. ദൃഷ്ട്വാ പരിശ്രമം കൃഷ്ണ കൃപയാസീൽ സ്വബന്ധനേ. ഭഗവാനെ കിട്ടണമെങ്കിൽ പരിശ്രമിക്കണം. വെറുതെ ടി വി കണ്ടിരുന്നാലൊന്നും കിട്ടില്ല, ഉണ്ടും ഉറങ്ങിയിരുന്നാലും കിട്ടില്ല. പിന്നെ അതിനുവേണ്ടി ശ്രമിക്കണം, കുറച്ചൊക്കെ ത്യാഗം വേണം. അത് മാത്രം ഉണ്ടാക്കിയാൽ കിട്ടുമോ? നമ്മുടെ കഴിവുകൊണ്ടൊന്നും കിട്ടില്ല. അങ്ങനെ കുറെ കാലം ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ ആ കാരുണ്യം ഉണ്ടാവണം. ഭഗവാന്റെ കൃപയാസിൽ ആ കാരുണ്യം കൂടി ചൊരിയുമ്പോഴാണ് നമുക്ക് ഭഗവാനെ കിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ശ്രീമദ് ഭാഗവതമായിട്ട് ഉള്ള ഭഗവാന്റെ അവതാരം, ഈ കൃഷ്ണാവതാരം തന്നെ ഒരു കാരുണ്യാണ്. ആചാര്യന്മാരുടെ കാരുണ്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു കൃഷ്ണാവതാരം നമുക്ക് ഇവിടെ സാധിച്ചതെന്നർത്ഥം. താൻ കെട്ടിലാണെങ്കിലും ബാക്കിയുള്ളവരുടെ കെട്ട് തനിക്ക് അഴിക്കാൻ കഴിയുന്നതാണ് പിന്നെ ഭഗവാൻ കാണിക്കുക. മരുതുവൃക്ഷങ്ങൾക്ക് അഹങ്കാരികളായിട്ട് ഞങ്ങൾ കേമന്മാരാന്നുള്ള അഹങ്കാരത്തോട് കൂടി ഇരുന്ന മരുതുവൃക്ഷങ്ങൾക്ക് ഭഗവാൻ ശാമോക്ഷം കൊടുക്കുന്നുണ്ട്. അവർ വീണ് നമസ്കരിക്കുന്നു ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ. വാണീ ഗുണാനുകഥനേ ശ്രവണവൂ കഥായാം ഹസ്തൗ ച കർമ്മസുമനസ്തവ പാദയോർന്ന. നല്ലൊരു ജന്മമുണ്ടായിരുന്നു, ഇത്ര കാലം വെറുതെ കളഞ്ഞു. ഇനിയുള്ള കാലമെങ്കിലും വെറുതെ ആവാതിരിക്കട്ടെ നമ്മുടെ ജീവിതം. നമുക്കത് തന്നെ പ്രാർത്ഥിക്കാനുള്ളത്. വാണീ ഗുണാനുകഥനേ. ഈ വാക്കുകൊണ്ട് ഭഗവാന്റെ ഗുണഗണങ്ങൾ നാമം ജപിക്കാനും അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഇനിയുള്ള കാലമെങ്കിലും സാധിക്കണേ. കണ്ണുകൊണ്ട് ഭഗവാനെ ദർശിക്കാൻ, ചെവി കൊണ്ട് ഭഗവത് കഥകൾ കേൾക്കാൻ, ഭഗവാനെക്കുറിച്ച് നിരന്തരമായിട്ട് ആ ഭാഗവതാമൃതം പാനം ചെയ്യാൻ, ഓരോ പദചലനവും ഭഗവാന്റെ പ്രദക്ഷിണമാക്കി മാറ്റാൻ, ഓരോ ഇന്ദ്രിയങ്ങളും ഭഗവത്പരമാക്കി മാറ്റാൻ സാധിക്കണേ എന്ന് നമുക്കിതാ ഈ ഘട്ടത്തിൽ ഭഗവാനെ വേണ്ടി നമസ്കരിക്കാം. വ്രജേ വസന്തം. ഭഗവാന്റെ ലീലകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. കുട്ടികളെ പഠിപ്പിക്കുന്നതല്ല ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികളോട് പറയും നമ്മൾ അടുത്ത ആളുടെ പോക്കറ്റിൽ നിന്നൊന്നും എടുക്കരുത് കേട്ടോ. ഭഗവാനോ മോഷണമാണ് പ്രധാനമായിട്ട്. പെൺകുട്ടികളുടെ വസ്ത്രം മോഷ്ടിക്കുക, ഇങ്ങനെ തോന്നിയാസം കാണിക്കുക. ഇനി രുക്മിണി സ്വയംവരം പെൺകുട്ടി തന്നെ മോഷ്ടിക്കില്ല. ഏത് അച്ഛനും അമ്മയ്ക്കും ഇത് ഇഷ്ടാവുന്ന കാര്യമല്ല. ഇപ്പം വെറും വെണ്ണയും പാലും അല്ല, ഭക്തന്മാരുടെ ഹൃദയമാണ് മോഷ്ടിച്ചത്. ദേഹാഭിമാനമാകുന്ന വസ്ത്രമാണ് ഭഗവാൻ മോഷ്ടിക്കാൻ പോകുന്നത്. ജീവനാകുന്ന രുക്മിണിയാണ് മോഷ്ടിക്കാൻ പോകുന്നത്. ഭഗവാനെ ഭജിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും ഇതുപോലെ വാരിയെടുത്ത് ശുദ്ധമാക്കി തീർക്കുന്ന ഭഗവാന്റെ ആ അവതാരത്തിൻ്റെ മാധുര്യം, ആ വാത്സല്യം കൊണ്ട് മാത്രമാണ്. ഇങ്ങനൊരു കൃഷ്ണാവതാരം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളെങ്ങനെ ജീവിക്കുമായിരുന്നത്? ഭക്തന്മാരുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ, ഭക്തന്മാരുടെ കണ്ണീര് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ദിവ്യമായ കൃഷ്ണാവതാരം. ഇനിയും ആ ഭഗവാന്റെ കഥകൾ പറഞ്ഞുകൊണ്ടും കേട്ടുകൊണ്ടും ഭഗവാനെ ഉപാസിച്ചുകൊണ്ടും ജീവിതം മുഴുവൻ ഭഗവത്പരമാക്കി തീർക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ എല്ലാം ഭഗവാന്റെ തൃപാദാരവിന്ദങ്ങൾ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ.